ഓം വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകരൂപിണേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഭഗവാൻ വേദവ്യാസൻ മുതൽ ആദിശങ്കരാചാര്യർ വരേക്കും, തുടർന്ന് തീർത്ഥപരമ്പരയിലെ എല്ലാ ഗുരുക്കന്മാരെയും, വിശിഷ്യ സ്വാമി ഗംഗാധര തീർത്ഥ, സ്വാമി പുരുഷോത്തമ തീർത്ഥ, മാതാജി ശാന്താദേവി, അവസാനമായി സ്വാമി ഭൂമാനന്ദ തീർത്ഥ എന്നിവരുടെയും പാദാരവിന്ദങ്ങളിൽ ആദ്യം നമസ്കരിക്കട്ടെ. അടുത്തതായിട്ട് ഇവിടെ കേൾക്കാൻ വന്നിരിക്കുന്നതായ സദസ്സിന് വന്ദനം. ഇന്നത്തെ നമ്മുടെ വിഷയമുണ്ടല്ലോ, ദക്ഷയാഗം. ഈ ദക്ഷയാഗം ശ്രീമദ് ഭാഗവതത്തിൽ 4-ാം സ്കന്ധത്തിൽ 1-ാമത്തെ കഥയാണ്. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധത്തിൽ 4 കഥകളാണുള്ളത്. ആദ്യത്തേതിന് ധർമ്മപ്രകരണമെന്നും, രണ്ടാമത്തേതിന് അർത്ഥപ്രകരണമെന്നും, മൂന്നാമത്തേതിന് കാമപ്രകരണമെന്നും, 4-ാമത്തേതിന് മോക്ഷപ്രകരണമെന്നും പേരുണ്ട്. ഇതൊക്കെ ഞാൻ എന്തിനാ പറയണേന്ന് വെച്ചാൽ, ദക്ഷയാഗം പറഞ്ഞിട്ട് പോയാൽ പോരെ, അതുപോരാ. ഇവിടുന്ന് കറന്ന് പുറത്തേക്ക് പോകുമ്പോഴേ അവരെന്തൊക്കെയാ പറഞ്ഞെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് എന്തെങ്കിലും പറയണ്ടേ പുതിയതായിട്ട്? അതിനു വേണ്ടി അത് അറിയാവുന്നവരും നിറയെ പേരുണ്ടാവും, അറിയാത്തവരും കാണുമെന്ന് വിചാരിക്കണോ. കാരണം ഞാൻ അറിയാത്ത ആളായിരുന്നു, ഇപ്പോൾ വായിച്ചപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത്. അപ്പോൾ ധർമ്മപ്രകരണം, അർത്ഥപ്രകരണം, കാമപ്രകരണം, മോക്ഷപ്രകരണം. അതിൽ ധർമ്മപ്രകരണമാണ് ഏത്? ദക്ഷയാഗം. ഇനി ഈ ആകമൊത്തം ശ്രീമദ് ഭാഗവതം എടുത്താൽ അത് ഭഗവാന്റെ 10 ലീലകളാണ്, മാറി മാറി വരും. 10 ലീലകളെ കുറിച്ചാണ് പറയണത്. അതിൽ വിസർഗം എന്ന ലീലയാണ് ഈ ദക്ഷയാഗത്തിൽ വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 7 അധ്യായങ്ങളാണുള്ളത്. ഏത്? ഈ ദക്ഷയാഗത്തിന് സൂചിപ്പിക്കുന്ന 1-ാമത്തെ ഇതിൽ ധർമ്മപ്രകരണത്തിൽ 7 അധ്യായമാണുള്ളത്. അതിൽ വിതുരരും മൈത്രേയ മുനിയും കൂടി സംഭാഷണം നടത്തുക, വർത്തമാനം പറയുകയാണ്. ആ വർത്തമാനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളും വർത്തമാനം പറയാറുണ്ട്. ഇങ്ങനെ പറയും, ഓരോ വർത്തമാനം, ആ വർത്തമാനം, ഈ വർത്തമാനം, ഓരോ സീരിയലിൻ്റെ കഥയുടെ വർത്തമാനം പറയും. പിന്നെ എന്താണോ ഈ മനോരമ, മാതൃഭൂമി, വനിത, അതിലൊക്കെ പറഞ്ഞ കഥകളുടെ കാര്യം പറയും, അയലൊക്കത്തെ കാര്യം പറയും, നാട്ടുകാര്യം പറയും, ന്യൂസ് പേപ്പറിലെ കാര്യം പറയും. ഇതൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. പക്ഷെ വിതുരരും മൈത്രേയ മുനിയും കൂടി സംസാരിക്കുമ്പോൾ അവർ സംസാരിച്ചതൊന്നുമല്ല. അവർ സംസാരിച്ചത് ഭഗവാന്മാരുടെ കഥയാണ്. അതാണ് മഹാഭാഗവതത്തിലെ ഈ 4-ാം സ്കന്ധത്തിലെ വിതുര മൈത്രേയ സംഭാഷണമാണ്. അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ മൈത്രേയ മുനി, അദ്ദേഹം മുനിയാണ്. വിതുരരാണ് കേട്ടോണ്ടിരിക്കുന്ന ആള്, മൈത്രേയ മുനിയാണ് പറയുന്ന ആള്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൈത്രേയ മുനിയുടെ സ്ഥാനത്ത് ഇരിക്കുന്നവരെല്ലാവരും വിതുരന്മാര്. അപ്പോ നമ്മൾ എന്താ വിചാരിക്കുക? മൈത്രേയ മുനിയല്ലേ കേമൻ,
വിതുരനെ ചോദിക്കുന്ന ആളെ മുനിയല്ലേ പറഞ്ഞു കൊടുക്കുന്ന ആളെന്ന്. എന്നാ അങ്ങനെയല്ല കേട്ടോ. ശ്രീമദ് ഭാഗവതം നല്ലോണം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും വിതുരരാണ് മിടുക്കൻ. മൈത്രേയ മുനി ഇങ്ങനെ കഥകൾ ഓരോന്നും പറഞ്ഞുകൊണ്ടേ പോകും. എന്താ പറഞ്ഞത്? ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പറയണത്. 4-ാം സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ബ്രഹ്മാവ് സൃഷ്ടിച്ചു, മഹാവിഷ്ണു പരിപാലിച്ചു, പരമശിവൻ ഉപസംഹരിച്ചു എന്ന് പറഞ്ഞു. 3 ഒന്ന് തന്നെയാട്ടോ. 3 3 നമ്മൾ വിചാരിക്കണതേ ഉള്ളൂ. അത് 3 ഒന്ന് തന്നെയാണ്. അത് ഈ കഥയുടെ അവസാനം നമുക്ക് നല്ലോണം മനസ്സിലാവും. അപ്പോൾ മൈത്രേയ മുനി പറയാണ്, ബ്രഹ്മാവിൻ്റെ തലേന്ന് എന്തിനെയൊക്കെയോ സൃഷ്ടിച്ചു, നെറ്റിന്ന് എന്തിനെയൊക്കെയോ സൃഷ്ടിച്ചു, പുരിയത്തിന്ന് എന്തിനെയൊക്കെയോ സൃഷ്ടിച്ചു, കണ്ണീന്ന് എന്തോ സൃഷ്ടിച്ചു, കണ്ണിൻ്റെ ഇമേന്ന് വേറെ എന്തോ സൃഷ്ടിച്ചു, ഈ കണ്ണിലിങ്ങനെ പീള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഴുക്ക് വരില്ലേ, അതിൽ നിന്ന് എന്തിനെയോ സൃഷ്ടിച്ചു, ചെവിക്കാഷ്ടത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഇങ്ങനെ കുറേ സൃഷ്ടിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ വിതുരർ കേട്ടോണ്ടിരുന്നു. ആവട്ടെ, ഒന്നും പറഞ്ഞില്ല, ഒക്കെ കേട്ടോണ്ടിരുന്നു. അവസാനം പറഞ്ഞു, ദക്ഷൻ, നമ്മുടെ കഥ അതല്ലേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോവേ. അപ്പൊ ദക്ഷൻ ജനിച്ച കാര്യം പറഞ്ഞു. ആരാ ഈ ദക്ഷൻ എന്നറിയാമോ? ദക്ഷയാഗം കഥ നിറയെ കേട്ടിട്ടുണ്ടാവും. 5 മിനിറ്റ് പറയാനുള്ള കഥയേ ഉള്ളൂ. വാസ്തവത്തിൽ ദക്ഷൻ ഒരു യാഗം നടത്തി. ദക്ഷയാഗം നടത്തിയപ്പോൾ അതിൽ ശിവനെ വിളിച്ചില്ല. പാർവതിക്ക് പോകണമെന്ന്, ദാക്ഷായണിക്ക് പോകണമെന്ന് താല്പര്യം ഉണ്ടായി. അപ്പൊ ശിവൻ പറഞ്ഞു, നമ്മളെ വിളിക്കാത്ത ദിക്കിൽ പോവണ്ടെന്ന് എൻ്റെ അച്ഛനാണെങ്കിലും എന്ന് പറഞ്ഞു. പോണെന്നും പറഞ്ഞ് ദാക്ഷായണി പോയി. അവിടെ പോയപ്പോൾ ദക്ഷൻ അപമാനിച്ചു. ആ അപമാനം സഹിக்க വയ്യാതെ ദാക്ഷായണി ശരീരത്യാഗം ചെയ്തു. കേട്ടോ കഥ? ഇതേ ഉള്ളൂ കഥ. പക്ഷെ അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ സത്യം പറയാലോ, കഥ പറയാൻ വന്നതല്ല കേട്ടോ, ഞാൻ കാര്യം പറയാൻ വന്നതാ. അപ്പോ ഈ വിതുര മൈത്രേയ സംവാദത്തില് മൈത്രേയ മുനി പറഞ്ഞു, ദക്ഷൻ ബ്രഹ്മാവിൻ്റെ തള്ളവരലിൽ നിന്നുണ്ടായ കുട്ടിയാണത്രേ. എവിടെ നിന്നൊക്കെ എല്ലാ ദിക്കിന്നും കുട്ടികളുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, പാദം വരെയുള്ള ദിക്കിന്നും കുട്ടികളുണ്ടായിട്ടുണ്ട്. ദക്ഷൻ ഉണ്ടായത് തള്ളവരലിൽ നിന്നാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ദക്ഷനോടാണ് ഏറ്റവും ബ്രഹ്മാവിതിനെയൊക്കെ സൃഷ്ടിച്ച അന്ന് വരെയുള്ള സൃഷ്ടികളിൽ ദക്ഷനോടായിരുന്നു ഏറ്റവും ഇഷ്ടം. ഇതെന്താടോ ഇത്? അതിനെന്താ കാരണം? വിതുരരെ നമ്മളെ പോലെ അല്ല കേട്ടോ. വിതുരര് ചോദ്യം ചോദിക്കും, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. നമ്മൾ കഥ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്, ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ വയസ്സായവർക്ക് ചിലർ ഉറങ്ങിപ്പോവും, ചിലർക്ക് ശ്രദ്ധ പോവും. എന്നാലും ശരി, ഇവിടെ വന്ന് ഇരുന്നാൽ തന്നെ, സത്രപ്പറമ്പിൽ വന്നാൽ തന്നെ മോക്ഷം കിട്ടുന്ന, അതൊക്കെ വെറുതെയാ കേട്ടോ. ശരിക്കും മോക്ഷം കിട്ടണമെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്നാലേ മോക്ഷം കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പൊ കേട്ടോളൂ, തള്ളവിരലിൽ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞപ്പോ എന്താ ഈ തള്ളവിരലിന്റെ പ്രത്യേകത? ഒരു കാര്യം ചെയ്യൂ, തള്ളവിരലില്ല വിചാരിക്കൂ. ഈ തള്ളവിരലില്ല വിചാരിക്കൂ, ബാക്കിയുള്ള 4 വിരലും കൊണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ മാന്താന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നോക്കി നോക്കൂ. ഈ തള്ളവിരലില്ലെങ്കിൽ ബാക്കിയുള്ള 4 വിരലും കൊണ്ടും എവിടെയെങ്കിലും ഇങ്ങനെ ചൊറിഞ്ഞാൽ മാന്താന്നല്ലാണ്ട് വേറെ ഗുണമൊന്നുമില്ല. മറിച്ച് തള്ളവിരലുണ്ടെങ്കിലോ ഇങ്ങനെ 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 ഇങ്ങനെയെല്ലാം എല്ലാ പ്രയോജനങ്ങളും ഉണ്ട്. അപ്പോ ദക്ഷൻ തള്ളവിരലിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളവിരലിൽ നിന്ന് ഉണ്ടായ കുട്ടിയാണെന്നല്ല മനസ്സിലാക്കേണ്ടത്. ദക്ഷനോടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കാരണം അന്വേഷിക്കണം. ഈ കാരണം ഞാൻ അന്വേഷിച്ചിട്ടാട്ടോ, ഞാൻ അന്വേഷിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ ഇതാണ് കാരണം എന്ന് എനിക്ക് മനസ്സിലായി. തള്ളവിരലില്ലെങ്കിൽ ബാക്കിയുള്ള വിരലും കൊണ്ട് പ്രയോജനമില്ലാത്തതുപോലെ ദക്ഷനില്ലെങ്കിൽ ബാക്കിയുള്ള മക്കളെ കൊണ്ടൊന്നും പ്രയോജനമില്ല. ഇങ്ങനെ നമ്മൾ കഥ മനസ്സിലാക്കണം. അപ്പോ ദക്ഷൻ അങ്ങനെ ജനിച്ചു കഴിഞ്ഞപ്പോൾ മിടുമിടുക്കനാണ്. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൊണ്ട് പ്രയോജനമില്ല എന്നുള്ള അത്രയും നല്ല പയ്യനായിരുന്നു ദക്ഷൻ കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടോ ദക്ഷൻ വളർന്നു വലുതായപ്പോൾ ദക്ഷനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ആരാന്നറിയാമോ? ഇന്നലെ ഒരു ബ്രഹ്മചാരിന് ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് ദേവഭൂതിയുടെ കഥ പറഞ്ഞില്ലേ, ആ ദേവഭൂതിയുടെ അനിയത്തി പ്രസൂതി എന്നും പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. അവളെയാണ് ഈ ദക്ഷൻ കല്യാണം കഴിച്ചത്. പ്രസൂതി എന്നുള്ള പേര് കേട്ടാൽ തന്നെ നല്ലോണം പ്രസവിക്കാൻ കഴിവുള്ളവളെന്നായിരുന്നു. അവൾ നല്ലോണം പ്രസവിച്ചു. കല്യാണം കഴിച്ച് വിടേണ്ട താമസമേ ഉള്ളൂ. 16 പെൺകുട്ടികളെ പ്രസവിച്ചു. 16 പെട്ടെന്ന് പെര നിറഞ്ഞു. ഇപ്പോഴത്തെ കാലത്താണെങ്കിലോ പെര നിറഞ്ഞു പെൺകുട്ടികളേ ഇല്ല, പെര നിറഞ്ഞ ആൺകുട്ടികളാ. കല്യാണം വരുന്നില്ല, അന്വേഷിച്ച് പോവേണ്ടിയിരിക്കണു, കിട്ടണില്ല. അന്നത്തെ കാലത്തെ ദക്ഷന് 16 പെൺകുട്ടികൾ, 16 പെര നിറഞ്ഞു നിൽക്കുക.
ആ 16 പേരുടെ പേരെന്താണെന്നറിയാമോ? 16ഉം ദക്ഷന്റെ സ്വഭാവത്തിന്റെ പേരുകളാണ്. ദക്ഷന്റെ വളരെ നല്ല സ്വഭാവമാണ് കേട്ടോ. 16 പേരും. ഒന്നാമത്തേൻ്റെ ആദ്യത്തെ വിടുന്നതിൻ്റെ പേര് ശ്രദ്ധ. ശ്രദ്ധ കഴിഞ്ഞാൽ മൈത്രി, ശാന്തി, ക്ഷമ, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി. അവരുടെ പേര് ഓർമ്മിക്കണം കേട്ടോ. ഉന്നതിയുടെ പേരൊന്ന് പ്രത്യേകം ഓർമ്മിക്കണം. 8ാമത്തെ പെൺകുട്ടി. പിന്നെ ഒരു ഉന്നതി, ബുദ്ധി, എന്താണോ ബുദ്ധി, വേറെ ഒന്നുണ്ടല്ലോ, മറന്നുപോയി കേട്ടോ. അത് നോക്കി ബുക്കിൽ നോക്കിയാൽ മതി. ഇത് പിന്നെ അടുത്തത് തിദിക്ഷ, ഹ്രീ, പിന്നത്തവള് മൂർത്തി. അത് കഴിഞ്ഞിട്ട് സ്വാഹ, സ്വധ, സതി. ഇങ്ങനെ 16 കുട്ടികളായിരുന്നു. ഒരാളുടെ പേര് വിട്ടുപോയി, ഓർമ്മിച്ചാൽ പറയാം കേട്ടോ. അപ്പോൾ ഈ 16 കുട്ടികളിൽ ദക്ഷൻ എന്ത് ചെയ്തു? ഇങ്ങനെ പരന്നറിഞ്ഞാൽ എന്താ ചെയ്യുക? 13 പേരെ വിളിച്ച് ധർമ്മദേവന് കല്യാണം കഴിച്ചു കൊടുത്തു. 13 പെൺകുട്ടികളെ ഒറ്റയടിക്ക് ധർമ്മദേവന് കല്യാണം കഴിച്ചു കൊടുത്തു. വളരെ സന്തോഷമായിട്ട് ആ 13 പേരും ജീവിച്ചു. 13 പേർക്കും മക്കളൊക്കെ ഉണ്ടായി. 14ാമത്തവള് സ്വാഹ. അവളെ പിടിച്ച് ആർക്കാ കല്യാണം കഴിച്ചു കൊടുത്തത്? അഗ്നിദേവന്. 15ാമത്തെ സ്വധയുണ്ട്. ആ പെൺകുട്ടിയെ പിതൃക്കളുടെ ദേവന് കല്യാണം കഴിച്ചു. 16ാമത്തെ പെൺകുട്ടിയാണ് ഏറ്റവും സുന്ദരിയും സുശീലയും ദക്ഷന് ഏറ്റവും ഇഷ്ടപ്പെട്ട പെൺകുട്ടി. ആ പെൺകുട്ടി അങ്ങനെ ഒരുപാട് കൊഞ്ചിച്ച അല്പം പെശകൊക്കെ ഉണ്ടാവും, ചെറിയൊരു അഫയറൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ ദക്ഷന്റെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ബ്രഹ്മദേവന് എല്ലാവരും കൂടി തട്ടിപ്പൊത്തിയിട്ടേ അധികം ഒന്നും പറയണ്ട, അവളെ ആർക്കച്ച അയാൾക്ക് അങ്ങോട്ട് കൊടുത്തോളൂ. ജന്മജന്മാന്തരമായിട്ട് അവൾ പരമശിവനെയാണ് പ്രേമിക്കുന്നത്. അവൾ പരമശിവനെയേ കല്യാണം കഴിക്കുള്ളൂ. അതുകൊണ്ട് ദക്ഷ ഒരുപാട് അന്വേഷിക്കുകയൊന്നും വേണ്ട, അവൾക്ക് അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. ദക്ഷൻ നല്ല അച്ഛനോട് ബഹുമാനമുണ്ട്, പറഞ്ഞ അനുസരണയുള്ള മകനാണ്, നല്ല ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ പെൺകുട്ടിയുടെ പേര് ധൃതി കേട്ടോ. അതിലൊരു കുട്ടിയെ വിട്ടുപോയില്ലേ. അതെ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ദക്ഷൻ സതിയെ പരമശിവന് കല്യാണം കഴിച്ചു കൊടുത്തു. പരമശിവൻ എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളിൽ സംഹാരമൂർത്തി. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടികർത്താവ്, മഹാവിഷ്ണു പരിപാലിക്കുന്നത്, ശിവൻ ഉപസംഹാരമൂർത്തി. ആ 3 മൂർത്തികളുമേ ഭഗവാന്റെ അതേ സ്റ്റാൻഡേർഡിലുള്ളവരുള്ളൂ. ദക്ഷൻ എത്ര മിടുക്കനാണെങ്കിലും 16 സദ്ഗുണങ്ങളുണ്ടെങ്കിലും എത്ര അച്ഛൻ്റെ ബ്രഹ്മാവിൻ്റെ വളരെ പ്രിയപുത്രനാണെങ്കിലും ശരി, ഈ 3 പേരുടെയും പദവി ദക്ഷന് കിട്ടിയിട്ടില്ല. കിട്ടും, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പദവിയിലേക്ക് വരും, പക്ഷേ വന്നിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ദക്ഷന് അപ്പോ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ദക്ഷനോടുള്ള സ്നേഹം കൊണ്ട് ദക്ഷനെ പ്രജാപതിയാക്കി, അതുവരെയുള്ളവരുടെയൊക്കെ രാജാവാക്കി. പ്രജാപതിയായപ്പോൾ ദക്ഷൻ ഒന്ന് ഞെളിഞ്ഞു. എന്നെ എന്തുകൊണ്ട് പ്രജാപതിയാക്കി? കാരണം എന്താ? ഞാൻ ഏറ്റവും മിടുക്കനായതുകൊണ്ട്. അപ്പം ഞാൻ മിടുക്കനാണ്. അതുവരെ വന്നാൽ കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആലോചിച്ചു തുടങ്ങി, എന്നെക്കാൾ കേമനായിട്ട് ഒരുത്തൻ വരാൻ പാടില്ല, ഞാനാ ഏറ്റവും കേമൻ. ഭഗവാൻ പോലും കുറച്ച് കഴിയുമ്പോഴേക്കും ഭഗവാൻ പോലും എൻ്റെ അത്ര പോരില്ല എന്നുള്ള വിചാരം. ഇതാണ് ആ 8ാമത്തെ പെൺകുട്ടിയെ പറഞ്ഞില്ലേ ഞാൻ, ആ ഉന്നതി. അവള് പെറ്റ കുട്ടിയുടെ പേര് ദർപ്പൻ. ദർപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം. ഈ 8ാമത്തെ പെൺകുട്ടി പ്രസവിച്ച കുട്ടി എന്നുള്ളതിൻ്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കണം? ദക്ഷന്റെ പേരക്കുട്ടി എന്നല്ല മനസ്സിലാക്കേണ്ടത്. ദക്ഷന് എപ്പോൾ ഉന്നതി ഉണ്ടായോ അപ്പോൾ ദർപ്പമുണ്ടായി. ഇങ്ങനെ വേണം നമ്മൾ ഭാഗവതത്തിലെ കഥകളൊക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ദക്ഷന് എപ്പോൾ ഉന്നതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ധനധാന്യ സമ്പത്ത് ഉന്നതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടായോ അപ്പൊ പിന്നാലെ അഹങ്കാരം. ഇതെങ്ങനെയാ ഉണ്ടാവണേന്ന് വെച്ചാൽ ഇത് ആ ത്രിമൂർത്തികളുണ്ടല്ലോ അവരുടെ കളിയാ. ആ ത്രിമൂർത്തിയിൽ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു വിടും, മറ്റുള്ളവരെല്ലാവരും കൂടി ആലോചിക്കും ഇവനെപ്പറ്റി എന്താ ഇവനെ ചെയ്യേണ്ടത്, അവസാന കാലം വരെ നമ്മളുടെ അടുത്തേക്ക് തന്നെ വിളിക്കണോ അതോ 2ാമതും 3ാമതും ഭൂമിയിലേക്ക് തന്നെ പറഞ്ഞു വിടണോ എന്നൊക്കെ തീരുമാനിக்கிறതേ 3 പേരും കൂടിയാ. അപ്പോൾ ദർപ്പനെ പറഞ്ഞു വിടും. നമുക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടായാൽ പിന്നാലെ ദർപ്പനെ പറഞ്ഞു വിടും. ദർപ്പം വന്നാൽ പിന്നെ ഇവൻ അഹങ്കരിക്കും, അഹങ്കരിച്ചാൽ ഭഗവാനും കൂടി ഇല്ലാന്ന് പറയും. അതുമാത്രമല്ല, അഹങ്കാരം മൂത്താൽ എങ്ങനെ, നീർക്കോലി മൂത്താല്
ചേര മൂത്ത പൊളവൻ, പൊളവൻ മൂത്ത മൂർഖൻ എന്നൊക്കെ പറയും. ഞങ്ങളുടെ കാലത്ത് പണ്ട് ഞങ്ങൾ ഒരു വലിയമ്മ പറഞ്ഞു തരാറുണ്ട്, നീർക്കോലി സാരമില്ല, അത് മൂക്കുമ്പോഴാ ചേരയ്ക്ക് കുറച്ചും കൂടി വിഷമുണ്ട്, കടിച്ചു കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കരുത്. അത് കഴിഞ്ഞാൽ പിന്നെ പൊളവൻ കുറച്ചും കൂടി വിഷമുള്ളതാ. അത് കഴിഞ്ഞാലാണ് മൂർഖൻ കടിച്ചാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. അതുപോലെ ഈ ദർപ്പൻ വന്നാലുണ്ടല്ലോ, ആദ്യം ഞാൻ മിടുക്കനാണ്, ഞാൻ കൊള്ളാം കേട്ടോ, ഇത്തിരി ഭേദമാണ് എന്നൊക്കെ തോന്നി തുടങ്ങി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അത് മൂക്കുമല്ലോ, അത് മൂക്കുമ്പോൾ എന്താവും, എന്നേക്കാൾ വലിയത് ആരുമില്ല എന്നാവും. മൂന്നാമത് എന്താ, ഭഗവാനും കൂടി എൻ്റെ അപ്പുറത്തേ ഉള്ളൂ, ഇപ്പുറത്തെ ആരുമില്ല. അത് കഴിഞ്ഞാലോ, ആരെങ്കിലും അങ്ങനെ ഇയാളെക്കാളും കേമനാണ് എന്ന് മുദ്ര കുത്തപ്പെട്ടാൽ അവനെ നശിപ്പിക്കണം, അവനെ കൊന്നുകളയണം, അല്ലെങ്കിൽ അവൻ്റെ പ്രതാപം ഇല്ലാണ്ടാക്കണം, നശിപ്പിക്കണം. അസൂയ, കുശുമ്പ്, അതുവരെ എത്തി ഇവന്. ആർക്ക്? ദക്ഷന്. അപ്പോഴാണ് ദക്ഷൻ ആലോചിച്ചത്, നമുക്കൊരു സത്രം നടത്തിയാൽ കൊള്ളാം. വിശ്വസൃക് സത്രം. സത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സത്രം, യജ്ഞം, യാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സത്രം പോലെ തന്നെയാണ് കേട്ടോ. പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിറയെ ആളുകൾ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ ഒരുമിച്ച് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിനാണ് സത്രം എന്ന് പറയണത്. ഇത് ഭാഗവതത്തിൽ 1-ാം അധ്യായത്തിൽ തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. സത്രം എന്ന് പറഞ്ഞാൽ എന്ത്? വിശ്വസൃക്കുകളുടെ സത്രം നടത്താൻ ദക്ഷൻ തീരുമാനിച്ചു. അപ്പോൾ സത്രത്തിന് നിറയെ ആളുകളുണ്ടാകും, വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ. ഏത് കാര്യം ചെയ്യണമോ ഞാൻ ചെയ്യാം എന്ന് മുൻപോട്ട് ഓടി വന്നുകൊണ്ട് അങ്ങനെ കൂട്ടായി പൊതുനന്മയ്ക്ക് വേണ്ടി ചെയ്യണ പ്രവർത്തനത്തിനാണ് സത്രം എന്ന് പറയുന്നത്. ഞാൻ വോളണ്ടിയർമാരെയൊക്കെ ഒന്ന് പതുക്കെ കളിയാക്കിക്കോട്ടെ. വോളണ്ടിയർമാർ കഴുത്തില് മാല ഇട്ടിട്ട് വരും. ചില കാര്യങ്ങൾ ചെയ്യാൻ ചില വോളണ്ടിയർമാർക്ക് താല്പര്യം കൂടുതലാണ്. വേറെ ചില കാര്യങ്ങൾ ചെയ്യാറാകുമ്പോൾ അവർ പതുക്കെ പിന്നാക്കം പോവും. ഞാൻ ഉദ്ദേശിച്ചത് വലിയ വോളണ്ടിയർമാരെ അല്ല. ഞങ്ങളുടെ അവിടെ ആശ്രമത്തിൽ വരുന്ന ചെറിയ വോളണ്ടിയർമാർ പിള്ളേരുണ്ടേ. എടോ ഒന്നിങ്ങോട്ട് ഓടി വരൂ, അവിടെ നോക്കൂ, ഒരു വൃത്തികേടുണ്ടാകും, ഒന്നും എടുത്ത് കളയൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പതുക്കെ പിന്നാക്കം പോകും. ഒന്നിങ്ങോട്ട് വരൂ, വേറെ നല്ലൊരു രസമുള്ള കാര്യം പറഞ്ഞ് അപ്പം മുൻപോട്ട് ഓടി വരും. അങ്ങനെയല്ല, ഏത് കാര്യം ചെയ്യാനാണെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മുൻപോട്ട് വരണം, വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ. ആ സത്രത്തിൽ എല്ലാവരും വന്നിരുന്നപ്പോ എന്തുണ്ടായി? ദക്ഷൻ കയറി വന്നു. അവസാനമല്ലേ വരുള്ളൂ, പ്രധാനപ്പെട്ട ആളുകൾ ഒടുക്കല്ലേ വരുള്ളൂ. ദക്ഷൻ വന്നപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ, അത് ഞാൻ വിട്ടുപോയി, 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഈ മക്കളുടെ കാര്യവും പേരക്കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഈ മൈത്രേയ മുനി പറഞ്ഞു, 15 പെൺകുട്ടികൾക്കും മക്കളൊക്കെ ഉണ്ടായി കേട്ടോ. പാവം 16ാമത്തെ പെൺകുട്ടി സതിക്ക് മാത്രം പരമശിവനിൽ അനുയോജ്യനായ ഒരു കുട്ടി ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുമോ, എന്താ അത് അവർക്ക് മാത്രം കുട്ടി ഉണ്ടാവാത്തത്, അതെന്തു പറ്റി എന്ന് ചോദിച്ചു വിതിരൻ. അങ്ങനെ നമ്മൾ ചോദിക്കണം, മനസ്സിലാണെങ്കിലും ചോദിക്കണം. അപ്പൊ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതോ 16ാമത്തെ പെൺകുട്ടി ആ കാലത്തിൽ മരിച്ചുപോയി. അവള് ഗർഭിണിയായി പ്രസവിച്ച കുട്ടിയൊക്കെ ഉണ്ടാവണതിന് മുൻപേ തന്നെ ദാക്ഷായണി മരിക്കുകയല്ല ചെയ്തത്, ദേഹത്യാഗം ചെയ്തു എന്ന് പറഞ്ഞു. അയ്യോ, എന്ത് ദേഹത്യാഗം ചെയ്തത്? ദക്ഷന് ഏറ്റവും ഇഷ്ടമുള്ള പെൺകുട്ടി പരമശിവന് കല്യാണം കഴിച്ചു കൊടുത്തതാണെങ്കിൽ ഏതു നേരവും മടിയിലായിരുത്തുക. പരമശിവൻ ഭാര്യയെ ചോട്ടിലിരുത്തില്ല, മടിയിലായിരുത്തുക എപ്പോഴും. അങ്ങനെ പുന്നാരിച്ച് ആ പെൺകുട്ടി എന്തുകൊണ്ട് ദേഹത്യാഗം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പറയണതാണ് 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. 1-ാം അധ്യായത്തിലെ അനർത്ഥ ആണ് അവിടെ ഉണ്ടായത്. ഈ അനർത്ഥമാണ് പറഞ്ഞത്, അനർത്ഥ നിരൂപണം 1-ാമത്തെ അധ്യായത്തിൽ. 2-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഈ അനർത്ഥ ഹേതു, ഇതിനെന്ത് കാരണം, എന്ത് ഇങ്ങനെ സതി ദേഹത്യാഗം ചെയ്യാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് 2-ാം അധ്യായത്തിൽ പറയുന്നത്. അതിന് കാരണം ഞാൻ പറഞ്ഞു തുടങ്ങി. വിശ്വസൃക്കുകളുടെ യാഗം നടത്താൻ തീരുമാനിച്ചു ദക്ഷൻ കയറി വന്നപ്പോൾ എല്ലാവരും അവരറിയാതെ തന്നെ അങ്ങോട്ട് എഴുന്നേറ്റു. കാരണം 16 സത്സ്വഭാവങ്ങളുള്ള ആളല്ലേ, മറ്റേ ബ്രഹ്മാവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മകനല്ലേ, ഏറ്റവും പ്രതാപശാലി പ്രജാപതി.
അപ്പോ ദക്ഷനെ കണ്ടപ്പോ അവരറിയാതെ തന്നെ എഴുന്നേറ്റു. ആ സൂര്യൻ ഉദിച്ച് പറഞ്ഞതുപോലെയുള്ള ആ പ്രഭ കണ്ടപ്പോ 2 പേര് മാത്രമേ എണീറ്റില്ല. മുൻപിൽ തന്നെ ഇരിക്കണ 2 പേര്, പുറകിലെങ്ങാനും സൈഡിലെങ്ങാനും ആണെങ്കിൽ കാണില്ല. മുൻപിൽ തന്നെ ഇരിക്കണ 2 പേര് എഴുന്നേറ്റില്ല. 2 പേര് ഇരിക്കണുണ്ടായിരുന്നു. ഒന്ന് ബ്രഹ്മാവ്, ഒന്ന് ശിവൻ. മഹാവിഷ്ണു ഉണ്ടല്ലോ കള്ളൻ, ആ ഭാഗത്തേക്കേ വന്നില്ല. സൂത്രം കൊണ്ടാ വരാത്തത്, മഹാവിഷ്ണുവിനെ വിളിക്കാഞ്ഞിട്ടല്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പൊ ബ്രഹ്മാവ് ഇരുന്നു, ദക്ഷൻ കയറി വന്നു, എല്ലാവരെയും കണ്ടു, എല്ലാവരെയും സന്തോഷമായി. ഇങ്ങോട്ട് നോക്കിയപ്പോ 2 പേര് മാത്രമേ എണീക്കണില്ല. ഒന്ന് അച്ഛനാ, സാരല്ല. അച്ഛൻ ഇപ്പൊ മകനെ കണ്ടിട്ട്, മകൻ എത്ര കേമനാണെങ്കിലും അച്ഛൻ മകനെ കണ്ട എണീറ്റില്ല എന്ന് മകന് തോന്നില്ലല്ലോ. അതേ സമയത്ത് ഇപ്പറേ നോക്കിയപ്പോ പരമശിവൻ ഇരിക്കണു, ജടയൊക്കെ കൂട്ടിക്കെട്ടിയിട്ട്, പാമ്പൊക്കെ ചുറ്റിയിട്ട്, ശരീരത്തിൽ മുഴുവനും ചുടല ചാമ്പല് പൂശിയിട്ട്, പുലിത്തോലുടുത്തിട്ട എന്തൊരു സത്വം അത്. എണീറ്റില്ല. പക്ഷേ പരമശിവന്റെ മഹത്വം, ദക്ഷൻ ആ ദർപ്പൻ എന്ന് പറഞ്ഞ ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടുണ്ടല്ലോ, ആ ദർപ്പൻ വന്ന് പിടികൂടിയത് കൊണ്ട് പരമശിവനോട് ഒരു പുച്ഛം തോന്നി. എല്ലാവരും വണങ്ങണതല്ലേ പരമശിവൻ. അപ്പോൾ എണീറ്റില്ലെങ്കിലും വേണ്ട, ത്രിമൂർത്തികളിൽ ഒരാളല്ലേ ഞാൻ, ത്രിമൂർത്തികളുടെ അത്ര എത്തിയിട്ടില്ല എന്നല്ല ദക്ഷന് തോന്നിയത്. ദക്ഷന് പരമശിവനെ പുച്ഛം തോന്നി. അങ്ങനെ പുച്ഛം തോന്നിയാലും എന്തു വേണ്ടിയിരുന്നു? മിണ്ടാതിരിക്കുക, അവിടെ ഇരിക്കട്ടെ. സത്രമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ദാക്ഷായണിയെ വിളിക്കുക, സതിയെ വിളിക്കുക. മോളെ, ഇന്നൊരു സംഭവം നടന്നു കേട്ടോ, എല്ലാവരും എണീറ്റു, നിന്റെ ഭർത്താവ് മാത്രം എണീറ്റില്ല, അത് മോശമാണ്. എൻ്റെ മകനെ പോലെയല്ലേ എൻ്റെ മരുമകൻ എന്ന് പറഞ്ഞാൽ, പരമശിവൻ ത്രിമൂർത്തിയിൽ ഒരാളായിക്കോട്ടെ, പക്ഷെ എന്നെ കണ്ടാൽ അയാൾ എണീക്കേണ്ടത് എണീറ്റില്ല. അതുകൊണ്ടേ ആ സമയം പോലെ സൗകര്യം പോലെ മടിയിലേക്ക് ഇരുന്ന് കൊഞ്ചന സമയമുണ്ടല്ലോ, ആ സമയത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ കേട്ടോ എന്നല്ല പറഞ്ഞത്. ദക്ഷന് ദർപ്പം പിടികൂടിയൊക്കെ അല്ലേ, ആ നിറഞ്ഞ സദസ്സിൽ വെച്ച് പരമശിവനെ കണ്ടമാനം ഭത്സിച്ചു. ഇതാണ് അനർത്ഥഹേതു. അനർത്ഥമുണ്ടാകാനുള്ള കാരണം ഇങ്ങനെ ദക്ഷൻ ഭത്സിച്ചു. എന്നാ മരുമകൻ എന്ത് ചെയ്തു? മരുമകൻ മിണ്ടാതെ ഇരുന്നു. എന്നെയാണ് പറയണേന്നുള്ള വിചാരം ഇല്ലാണ്ട് മിണ്ടാതെ ഇരുന്നു. നോക്കൂ, ശ്രീമദ് ഭാഗവതത്തിലുള്ള ദക്ഷയാഗമാണ് ഞാൻ പറയണത് കേട്ടോ. സ്കാന്ദപുരാണത്തിൽ വേറെ ഒരെണ്ണമുണ്ട് കേമമായിട്ട്, അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ഇവിടെ നമ്മുടെ ഭാഗവത സത്രമായതുകൊണ്ട്. അപ്പോ ഇയാൾ മിണ്ടാതെ, ഈ പരമശിവൻ എന്നെയാണ് പറഞ്ഞെന്നുള്ള ഒരു കൂസലില്ലാതെ, ഒരു മുഖത്തിലൊരു ഭാവവ്യത്യാസമോ ഒന്നുമില്ലാതെ മിണ്ടാതിരുന്നു. അത് കണ്ടപ്പോൾ ദക്ഷന് കൂടുതൽ ദേഷ്യം വന്നു. അങ്ങനെയല്ലേ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അങ്ങോട്ട് തിരിച്ച് 2 വാക്ക് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ച് 2 പറഞ്ഞു, അങ്ങനെയാണ് ദേഷ്യം ശമിക്കുക. ഒരാൾ മിണ്ടാതിരുന്നാൽ മറ്റൊരാൾക്ക് കൂടി വരും. കൂടി വന്ന അവസാനം എന്തു? ചേട്ടാ, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഇയാൾക്കൊരു കൂസലില്ലല്ലോ അല്ലേ, അതുകൊണ്ട് ദാ പിടി ശാപം എന്ന് പറഞ്ഞിട്ട് വെള്ളം കയ്യിൽ വെച്ചിട്ട് ശപിക്കലുണ്ടല്ലോ, വെള്ളം ഇങ്ങനെ തെളിച്ചിട്ട് ഒരു ശാപം ശപിച്ചു. നിനക്ക് ഞങ്ങൾ നടത്തുന്ന യജ്ഞത്തിന്റെ ഹവിർ ഭാഗം കിട്ടാതെ പോകട്ടെ. ഇനി മേലാൽ ഹവിസിന്റെ ഭാഗം, ഹവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാഗോയജ്ഞം ഹോമമൊക്കെ നടത്തുമ്പോൾ ഈ ചോറൊക്കെ ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇതിങ്ങനെ അതിലേക്ക് ഓരോ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഹോമിക്കുമല്ലോ. ആ ഹോമിക്കണ ഹോമദ്രവ്യങ്ങൾ, ധാന്യങ്ങളൊക്കെ അതെല്ലാം തീയിൽ അഗ്നിദേവൻ ഇങ്ങനെ കത്തിച്ചിട്ട് തീയായിട്ട് പുകയായിട്ട് മേപ്പോട്ടേക്ക് അതാത് ഭഗവാന്മാർക്ക് ചെല്ലും. നമ്മളിവിടുന്ന് മന്ത്രം ചൊല്ലുമല്ലോ, ആ മന്ത്രം ചൊല്ലുന്ന ഭഗവാന്മാർക്ക് ചെല്ലും. ഇതങ്ങനെ പരമശിവനുള്ളത് കിട്ടാതെ പോകട്ടെ, പരമശിവനും പരമശിവന്റെ പാർഷദന്മാരുണ്ടല്ലോ, പരിവാരങ്ങൾ, അവർക്കും കിട്ടാതെ പോകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ശപിച്ചപ്പോഴും ഇല്ല പരമശിവന് ഈ ഭാഗം കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്താ പോയ തേങ്ങയുടെ മൂടെന്നുള്ള മട്ടിന് പരമശിവനോട് മിണ്ടാതെ കുത്തിയിരുന്നു. ദക്ഷൻ ദേഷ്യപ്പെട്ടപ്പോൾ ഈ പരമശിവൻ ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ട കണ്ടപ്പോൾ പരമശിവന്റെ നന്ദിയുണ്ട്, വാഹനം, നന്ദിയുടെ കൂടെ പരമശിവന്റെ ആൾക്കാരുണ്ട്, അവർക്ക് ദേഷ്യം വന്നു. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ദക്ഷൻ സ്ഥലം വിട്ടു. ഇത് പറഞ്ഞ് സ്ഥലം വിട്ടു. ദക്ഷൻ സ്ഥലം വിട്ടതോടുകൂടി നന്ദി അങ്ങോട്ട് കയറി വന്നു. സ്ഥലം വിടുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്, പോണേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും 3 ശാപം ദക്ഷന് കൊടുത്തു. ഒന്നാമത്തെ ശാപം, നിനക്ക് ആത്മജ്ഞാനം കിട്ടാതെ പോകട്ടെ, പരമശിവനെ കുറിച്ചോ ഉള്ള ഭഗവാനെ കുറിച്ചുള്ള അറിവ് ജ്ഞാനം ഇല്ലാതെ പോകട്ടെ. ശാപം നമ്പർ 1.
രണ്ടാമത്തെ ശാപം, നീ ഏത് നേരവും ഇങ്ങനെ തീറ്റ, കുടി, സ്ത്രീകളുമായിട്ടുള്ള സമ്പർക്കം അങ്ങനെയായിട്ട് പോകട്ടെ, നശിച്ചു പോകട്ടെ. അല്ല, ഇപ്പോൾ ആദ്യത്തേത് മാത്രമാണെങ്കിൽ, ആത്മജ്ഞാനം ഇല്ലായ മാത്രമാണെങ്കിൽ പോരാ, ഇതും കൂടി ആയിക്കോട്ടെ. മൂന്നാമത് ഒന്നോടെ ശപിച്ചു, നിന്റെ മുഖറുണ്ടല്ലോ, ആ മുഖറ് ആടിന്റെ മുഖറ് പോലെ ആവട്ടെ. നന്ദി നിസ്സാരക്കാരനൊന്നുമല്ല. ദക്ഷനെ ശപിക്കാൻ മാത്രമുള്ള ശക്തി നന്ദിയുടെ കയ്യിലുണ്ട്. നന്ദി അത് ശപിച്ചപ്പോ അപ്പുറത്ത് ദക്ഷന്റെ ആൾക്കാരുണ്ട്, ഭൃഗു മുനി, അദ്ദേഹം കേമന. അദ്ദേഹം വേഗം തിരിച്ച് ശാപം കൊടുത്തു. തിരിച്ചെന്താ ശപിച്ചു വെച്ച് കഴിഞ്ഞാല്, ശിവനിന്ദ ചെയ്ത ആളുകൾക്ക് കിട്ടണേ ഒരു ഇതുണ്ട്. എന്താണോ അതിനൊരു പേരുണ്ടല്ലോ, ഏതാണ്ട് ഒരു ദണ്ഡം, ബ്രഹ്മദണ്ഡം എന്ന് പറഞ്ഞൊരു ശാപം കൂടെ ശപിച്ചു. നിങ്ങളെല്ലാവരും പാഷണ്ഡന്മാരായി പോവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കള്ള് ചാരായ മുതലൊക്കെ കുടിച്ചുകൊണ്ടുള്ള ഒരു ജാതി ആൾക്കാരുണ്ട്. അങ്ങനത്തെയൊക്കെ ഒരു ജാതി ആൾക്കാർ ശിവനിന്ദ ചെയ്യണവരാണ് അവരായി പോവട്ടെ എന്ന് പറഞ്ഞു ഭൃഗു ശപിച്ചു. ആയിക്കോട്ടെ. ഈ ശാപമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അലങ്കോലപ്പെട്ടു. പരമശിവൻ പതുക്കെ മിണ്ടാതെ എണീറ്റ് പോയി. എന്നാ സദസ്സിലുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരൊറ്റ കുഞ്ഞു പോലും ദക്ഷ ഇങ്ങനെ പറയണത് ശരിയല്ല. പരമശിവൻ ത്രിമൂർത്തികളിൽ ഒരാളാണ്, സംഹാരമൂർത്തിയാണ്, ഞങ്ങളെല്ലാവരും വണങ്ങണ മൂർത്തിയാണ്. ആ മൂർത്തിയെ എങ്ങനെ ദുഷിക്കല്ലേ എന്നൊരൊറ്റ കുഞ്ഞ് പറഞ്ഞില്ല അത്രേ. ഏതുപോലെ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യാനായിട്ട് സദസ്സിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഭീഷ്മർ, ദ്രോണർ മുതലായവർ വരെ വായ പൂട്ടിയിരുന്നില്ലേ, അതേപോലെ ഒരൊറ്റ ആൾക്കാരും മിണ്ടിയില്ല. അതെന്നാ? വിതുരർ ചോദിച്ചു, അതെന്താ അങ്ങനെ മിണ്ടാതിരിക്കണത്? നോക്കൂ, ആ സദസ്സിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ, ആരും വിവിധരല്ല കേട്ടോ, ശിവപ്രിയ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കും, ദക്ഷ ഇങ്ങനെ പറയല്ലേ, പരമശിവനെ ഇങ്ങനെ പറയല്ലേ എന്ന്. കാരണം ഞാൻ പരമശിവനെ ശിവശിവ എന്ന് ജപിച്ചിട്ട് കുറേ കാലം ജപിച്ചിരുന്ന ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ശിവപ്രിയ എന്ന് പേര് തന്നെ ഇട്ടത്. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കും, ഇങ്ങനെ പറയരുത് പരമശിവനെ, ഞാൻ സമ്മതിക്കില്ല. പക്ഷേ അവരാരും ചോദിച്ചില്ല. ചോദിക്കാത്തതിന് കാരണം എന്താണെന്നറിയാമോ? സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യമപ്രിയം. അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. എന്ത്? പ്രിയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചോളൂ, സത്യമായിട്ടുള്ളത് സംസാരിച്ചോളൂ, പക്ഷേ അപ്രിയമുണ്ടാക്കുന്ന സത്യം പറയരുത്. നമുക്ക് ആളുകൾക്ക് ആർക്കെങ്കിലും അപ്രിയമുണ്ടാക്കുന്ന, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ആൾക്ക്, ലീഡർക്ക്, നേതാവിന്, രാജാവിന് അപ്രിയമുണ്ടാക്കുന്ന സത്യം പറയരുത്. അതുകൊണ്ട് പറഞ്ഞു പോയാൽ ചിലപ്പോൾ ഇതങ്ങോട്ട് വിട്ടുപോകും. അപ്പം അതിനെ പേടിച്ചിട്ട് ആരും ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ലൗകിക തലത്തിലുള്ള ആളുകൾക്ക് ശരിയാകട്ടോ, അത് പറയരുത് കേട്ടോ, വേണ്ട അതിനും പറയല്ലേ, പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഔട്ടാക്കും എന്ന് പറയും. പക്ഷേ ആത്മീയ തലത്തിൽ പോകുന്ന ആളുകൾ അത് മറ്റുള്ളൊരാൾക്ക് അപ്രിയമാണോ പ്രിയമാണോ എന്നൊന്നും നോക്കാതെ സത്യം പറയാം. അവരുടെ തല തെറിച്ചു പോയാൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് പറയണം, ഒന്നും സംഭവിക്കില്ല. പക്ഷേ സാധാരണക്കാർക്ക് ധൈര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് അവർ മിണ്ടാതിരുന്നു. പോട്ടെ, ആ സത്രം അങ്ങനെ കഴിഞ്ഞു. അത് അലങ്കോലപ്പെട്ടു, ഭംഗിയായില്ല. പിന്നെ ബാക്കിയുള്ള ഋത്തുക്കളൊക്കെ കൂടി ചേർന്ന് എന്തൊക്കെയോ കാണിച്ച് അപവൃത സ്നാനം എന്നൊക്കെ നടത്തിയിട്ട് എന്തോ ഇങ്ങനെയൊക്കെ തട്ടിപ്പൊത്തി അത് സത്രം കഴിഞ്ഞു, നാണക്കേടായി. അത് കഴിഞ്ഞ് പിന്നെ എന്നാൽ അത് കഴിഞ്ഞാലെങ്കിലും സാരമില്ല കേട്ടോ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ അല്ല. ശിവനോട് ദക്ഷന് ഭയങ്കര ദേഷ്യം. രണ്ടാമത് അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഇത് കഴിഞ്ഞപ്പോൾ മോനെ വിളിച്ചു പറഞ്ഞൂടെ, മോനെ ദക്ഷ നീ ചെയ്തത് ശരിയായില്ല കേട്ടോ, പരമശിവനെ നീ ഭത്സിക്കരുത്. കാരണം പരമശിവൻ വേറെ, വിഷ്ണു വേറെ, ബ്രഹ്മാവ് വേറെ എന്ന് വിചാരിക്കരുത്. പരമശിവനെ നീ പറഞ്ഞത് ശരിയായില്ല എന്നല്ല പറഞ്ഞത്. വന്നട്ടെ ദക്ഷനെ പ്രജാപതിമാരുടെ പതിയാക്കി വെച്ചു, പ്രജാപതിമാരുടെ പതി. അപ്പോൾ ആദ്യത്തേനേക്കാളും വലിയ പദവി. ഇതെങ്ങനെയാണെന്നറിയാമോ? ഞങ്ങളുടെ അയൽവക്കത്തെ അമ്പലത്തിൽ നിന്ന് ഒരു 10,000-2,000 രൂപ കളവ് പോയി ആരോ കട്ടെടുത്തു. ദേവം മിണ്ടാതിരുന്നു, ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് അവർ തന്നെയാണെന്ന് തോന്നണു, വേറെ എവിടെയോ തൊട്ടടുത്ത അമ്പലത്തിൽ നിന്ന് 10,000 രൂപ കട്ടു. അപ്പോഴും ഭഗവാൻ മിണ്ടാതിരുന്നു. ഒരു ദിക്കിൽ പോയിട്ട് 2 ലക്ഷം രൂപ കട്ടപ്പോൾ പിടിച്ചപ്പോൾ അതും പിടിച്ചു, ഇതും പിടിച്ചു, എല്ലാം പിടിച്ചു. അങ്ങനെ കേൾക്കാറില്ലേ? നമ്മളെന്ത് വിചാരിക്കും? ഒന്നാമത്തെ 2ാമത്തെ പ്രാവശ്യം ഭഗവാൻ എന്ന് പറഞ്ഞു ഇല്ല ഉണ്ടെങ്കിൽ കക്കാൻ സമ്മതിക്കുമോ? ഭഗവാൻ കക്കാനും സമ്മതിക്കും, കൊള്ളയടിക്കാനും സമ്മതിക്കും, തെണ്ടിത്തരം കാണിക്കാനും ഒക്കെ സമ്മതിക്കും. എന്തിനു വേണ്ടി? അവരുടെ അഹങ്കാരത്തെ മൂപ്പിക്കാൻ വേണ്ടി. മൂത്ത് അങ്ങേ അറ്റം എത്തട്ടെ. അങ്ങേ അറ്റം എത്തുമ്പോൾ ഒറ്റയടി. അതിനുവേണ്ടി ദക്ഷനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? പുന്നാര മോനാണെങ്കിലും പ്രജാപതികളുടെ പതിയാക്കി വെച്ചു.
അപ്പൊ ദക്ഷന് വേറെ ഒരു യാഗം നടത്തണമെന്ന് മോഹമുണ്ടായി, വാജപേയം. അത് നടത്താൻ ശിവനെ വിളിച്ചേയില്ല, ശിവനൊട്ട് പോയുമില്ല. ആ യാഗം എങ്ങനെയോ നടത്തി. അതിനും ബ്രഹ്മാവും വിഷ്ണുവും പോണില്ലാട്ടോ, ശിവനെ വിളിക്കാത്തില്ല. അവര് ഇതാ ഞാൻ പറഞ്ഞ അവര് 3 പേരും ഒന്നാണൊന്ന്. മൂന്നാമത്തേതാണ് ബൃഹസ്പതി യാഗം, ബൃഹസ്പതി സവം. അതാണ് ഏറ്റവും വലിയ യജ്ഞം. ഈ യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് നടത്താൻ ദക്ഷൻ തീരുമാനിച്ചു. സകല ആളുകളെയും വിളിച്ചു. ഭൂമിയിലെ, സ്വർഗത്തിലെ, പാതാളത്തിലൊക്കെയുള്ള സർവ്വദേവന്മാര്, പിന്നെ ബ്രാഹ്മണര്, മഹർഷിമാര്, കിന്നരന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര് എല്ലാവരെയും വിളിച്ചു. പരമശിവനെ മാത്രം വിളിച്ചില്ല. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെ വിളിക്കാണ്ടായപ്പോ ദാക്ഷായിനി ഉണ്ടല്ലോ, ദക്ഷന്റെ പുന്നാര മോള്, പരമശിവൻ അവളെ മടിയിലിരുത്തിക്കൊണ്ട്, അത്ര സ്നേഹമാണ്. ദക്ഷന്റെ പുന്നാര നല്ല ഭാഗ്യവതിയാണ് കേട്ടോ ദാക്ഷായിനി. അച്ഛൻ്റെയും അമ്മയുടെയും പുന്നാര മകളായിരുന്നു. കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിൽ ഭർത്താവിന് ജീവനായിരുന്നു. ആ ജീവനായതുകൊണ്ട് അർദ്ധശരീരം, പരമശിവന്റെ അർദ്ധശരീരം പോലും ദാക്ഷായിനിക്ക് കൊടുത്തു. അത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയിരിക്കുന്ന ദാക്ഷായിനി ഇങ്ങനെ ഇരിക്കുമ്പോൾ മോളിൽ കൂടി വിമാനങ്ങളിലായിട്ടും ബാക്കിയുള്ളതിലൊക്കെ ആയിട്ടും ഓരോരോ വാഹനങ്ങളിലായിട്ടും ഈ ദേവന്മാര്, ദേവിമാര്, എല്ലാ ഗന്ധർവന്മാർ, അവരുടെ ഭാര്യമാര് എല്ലാവരും. ഒരൊറ്റെണ്ണം പ്രായമായതില്ല കേട്ടോ, കൊച്ചുകുട്ടികളില്ല, ഗർഭിണിയില്ല, ഒക്കെ ചെറുപ്പം ആളുകൾ. നല്ലോണം ഓർണമെന്റ്സ് ഒക്കെ ഇട്ട്, നെക്ലേസ് ഇട്ട്, വളയിട്ട്, കാലിൽ പാസരൊക്കെ ഇട്ടിട്ട്, എല്ലാവരും നല്ല നല്ല സാരിയൊക്കെ കൊടുത്തിട്ട് എല്ലാവരും പറയണത് ദക്ഷന്റെ യാഗം കാണാൻ പോവാ, ഞങ്ങൾ ദക്ഷന്റെ സഭം കാണാൻ പോവാന്നും പറഞ്ഞു പോവുക. അത് കണ്ടപ്പോൾ ദാക്ഷായിനിക്ക് തോന്നി, എത്ര നാളായി എൻ്റെ വീട്ടിലൊന്നും പോയിട്ട്. ചേച്ചിമാർ 15 പേരും വരും, അവരുടെ ഭർത്താക്കന്മാരും വരും, അവരുടെ വീട്ടിലെ അമ്മമാരും വരും. ആദ്യത്തെ ചേച്ചിമാർക്ക് 1-2 കുട്ടികളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ കുട്ടികൾ ഞാനൊന്നും കണ്ടിട്ടില്ല, എന്നാൽ നമുക്കൊന്ന് പോയാലോ എന്ന് പതുക്കെ പരമശിവനോട് ചോദിച്ചു. ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എന്താണ്? ഒരു പെൺകുട്ടി, പതിവ്രതയായ പെൺകുട്ടി, ജന്മജന്മാന്തരമായിട്ട് പരമശിവനെ തന്നെ കല്യാണം കഴിച്ചിരുന്നുണ്ട്. തൻ്റെ ഭർത്താവിനെ ഒരാൾ ഭത്സിച്ചാൽ അത് അവരുടെ അച്ഛൻ തന്നെ ആയിക്കോട്ടെ, പിന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കില്ല കേട്ടോ. എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയ അകാരണമായിട്ട്, ഒരു കാരണമില്ല, അകാരണമായിട്ട് കുറ്റപ്പെടുത്തിയ ആ ആളുടെ മുഖത്തേക്ക് അയാൾ എൻ്റെ അച്ഛനാണെങ്കിലും പോലും എനിക്ക് കാണണ്ടാന്നേ പറയുള്ളൂ. സാധാരണ സ്ത്രീകൾ തന്നെ. അപ്പം അങ്ങനെ സാധാരണ സ്ത്രീകൾ തന്നെ ഇങ്ങനെ ഇരിക്കേ, ഇവിടെ ഉണ്ടല്ലോ അല്ലേ നിറയെ ഭാര്യമാര്. നിങ്ങളുടെ ഭർത്താക്കന്മാരെ ആരെങ്കിലും അകാരണമായിട്ട് ഭക്ഷിച്ചാൽ പിന്നെ അവരോട് ചെന്ന് ലോക്യം കൂടാനും അവരെ കാണണമെന്നും പറഞ്ഞ് പോവാൻ നിങ്ങൾക്ക് തോന്നുമോ? എൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് അങ്ങനെ എത്ര ഒരു വലിയ പാതിവൃത്യമൊന്നും ഇല്ലാത്ത സ്ത്രീയാണെങ്കിൽ പോലും തൻ്റെ ഭർത്താവിനെ പബ്ലിക്കായിട്ട് ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കില്ല. എനിക്ക് കാണണ്ട അയാൾ എന്നേ പറയാൻ തോന്നുള്ളൂ അല്ലേ? അപ്പോൾ ഈ ദാക്ഷായിനിക്ക് എന്തേ ഇങ്ങനെ തോന്നിയത്? അപ്പം ശിവൻ ആദ്യം എന്ത് പറഞ്ഞു? നോക്കൂ ദാക്ഷായിനി, മറ്റേ ദക്ഷനുണ്ടല്ലോ, ആ ആദ്യത്തെ വിശ്വസ്ത സത്രത്തിൽ വെച്ച് എല്ലാവരുടെ മുമ്പിലും വെച്ച് എന്നെ യാതൊരു കാരണവും കൂടാതെ വല്ലാണ്ട് ചീത്ത പറഞ്ഞു. ഇതെല്ലാവരും കേട്ടതാണ്. എന്നിട്ട് ആ ചീത്ത പറഞ്ഞതിന് ശേഷം പിന്നീട് ഇതായിട്ടുമില്ല. അപ്പോൾ അങ്ങനെ കാരണമുണ്ടായിട്ട് ഒരാൾ ഭത്സിച്ചു എന്ന് വിചാരിക്കുക, എന്നാലും കൂടി പബ്ലിക്കായിട്ട് പറയരുത്. കാരണമുണ്ടെങ്കിൽ അയാളെ മാത്രം വിളിച്ചിട്ട് അയാളോട് പറയുക, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതിന് പകരം യാതൊരു കാരണവുമില്ലാതെ സജ്ജനമായിരിക്കുന്ന എന്നെ അയാൾ നിന്ദിച്ചു. ഇതിനെന്ത് കാരണം എന്നാണ് നീ വിചാരിക്കണത്? നിന്റെ അച്ഛന് അഹങ്കാരവും അസൂയയും കൂടി. ത്രിമൂർത്തികൾക്കുള്ള സ്ഥാനമോ അവർക്കുള്ളതായ മറ്റേ പവറോ ദക്ഷനില്ല. ദക്ഷന് പവറുണ്ട്, ഏത് പ്രജാപതികളുടെ പതിയാണെന്നുള്ള പദവിയുണ്ട്. അതല്ലാതെ അതിനേക്കാൾ കവച്ചു വെച്ചിട്ടുള്ള അസൂയയാണ് ഇതിന് കാരണം. അപ്പം എന്നെ കുറെ ഭത്സിച്ച ഇയാൾ ഒതുങ്ങിക്കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് നീ പോകാനായിട്ട് താല്പര്യപ്പെടല്ലേ. നിന്റെ അച്ഛൻ നിന്നോട് സ്നേഹമുണ്ട്, അതെനിക്ക് സന്തോഷം തന്നെ. പക്ഷേ എന്നോടുള്ള വിരോധം കൊണ്ട് നിന്നെ വേണ്ടതുപോലെ ട്രീറ്റ് ചെയ്യില്ല കേട്ടോ നമ്മളെ. അതുകൊണ്ട് വിളിക്കാത്ത ദിക്കിലേക്ക് പോവണ്ട, അതാണ് നല്ലതെന്ന് പറഞ്ഞു. ദാക്ഷായിനി കേട്ടാലും ദാക്ഷായിനിക്ക് പിന്നെയും അത് നിങ്ങൾ എന്താ അങ്ങനെ പറയണത്? ഒരു പെൺകുട്ടിക്ക് അവളുടെ അച്ഛൻ്റെ അടുത്തും അവളുടെ ഭർത്താവിൻ്റെ അടുത്ത്
ഗുരുനാഥൻ്റെ അടുത്ത് പോകണതിന് ആരുടെയും അനുവാദവും അവരെ ഇൻവൈറ്റ് ചെയ്യുകയൊന്നും വേണ്ട. എൻ്റെ അച്ഛനൊരു യാഗം നടത്തുകയാണ്, ഒരു സഭ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ പോകാൻ എന്നെ വിളിക്കുന്നില്ല, ഞാൻ മോളല്ലേ, അപ്പം നമുക്ക് പോകാലോ. അങ്ങനെ പോണതിൽ തെറ്റില്ല. അച്ഛൻ വിളിച്ചാൽ അതുപോലെ തന്നെ അടുത്തത് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ. ഭർത്താവ് ഒരു ദിക്കിലെ ഭാര്യ ഒരു ദിക്കിലാണ്. അതിന് സമയം നോക്കിയിട്ട് അപ്പോയിൻമെൻറ്റ് മേടിച്ചിട്ട് വേണോ പോകാൻ? ഭർത്താവിനെ കാണാൻ ഭാര്യയ്ക്ക് പോകാൻ അവകാശമില്ലേ? അതുപോലെ തന്നെ ഗുരുവിനെ കാണാൻ പോണതിന് ശിഷ്യന് അതിന് സമയം സന്ദർഭം ഒന്നും നോക്കണ്ട, അങ്ങോട്ട് ചെല്ലുക. അപ്പം അതിനൊരു തകരാറും ഇല്ല അച്ഛാ, ഇല്ല സ്വാമീൻ എന്ന് പറയണു ശിവനോട്. ദാക്ഷായിന് പറഞ്ഞു. അപ്പം പരമശിവൻ പറഞ്ഞു കൊടുത്തു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. അച്ഛന് മകളാണെന്നുള്ള ബന്ധമുണ്ടെങ്കിൽ, മകളുടെ ഭർത്താവാണെന്നുള്ള ബന്ധുത്വമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും കൂടി ഡൈവോഴ്സ് ആവാൻ നിൽക്കുക. ആ സമയത്ത് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒന്ന് കൂടെ ഒന്ന് പോകാൻ തോന്നിയാൽ എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭർത്താവില്ലെന്ന് പറഞ്ഞ് പോയാൽ ശരിയാവുമോ? ശരിയാവില്ല. അതേപോലെ തന്നെ ഗുരു ശിഷ്യ ബന്ധത്തിലും ഗുരുവിന് ഇത്ര പിടുത്തക്കുറവുണ്ട് ശിഷ്യനോടെന്നുണ്ടെങ്കിൽ എൻ്റെ ഗുരുവാണെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ശിഷ്യനാണെന്നും പറഞ്ഞുകൊണ്ട് ആ ബന്ധത്തിന് മറ്റേ ബന്ധം പോലെ ഉറപ്പുണ്ടാവില്ല. അതുകൊണ്ട് ദാക്ഷായിനി, നീ പോയാണ്ടല്ലോ നിനക്ക് അനർത്ഥം സംഭവിക്കും, നീ പോവല്ലേ, നമുക്കത് വേണ്ടാന്ന് വെക്കുക ആ താല്പര്യം. ഇനി അഥവാ പോവുകയാണെങ്കിൽ തന്നെ യുദ്ധക്കളത്തിലേക്ക് വേണമെങ്കിൽ പോയിക്കോളൂ. യുദ്ധക്കളത്തിലേക്ക് പോയാൽ അവിടെ യുദ്ധം ചെയ്യും. ആരാ? ശത്രുക്കളാണ്. അവരമ്പെയ്യും നമ്മുടെ മേത്തേക്ക്. അപ്പം നമ്മുടെ ശരീരം കീറിമുറിയും. ഒന്നിലേ നമ്മൾ മരിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ ജയിക്കും. അതൊക്കെ പോകും. അത് സാരമില്ല. യുദ്ധക്കളത്തിൽ പോയി യുദ്ധം ചെയ്താൽ പോലും സാരമില്ല. ശത്രുത്വം നടിച്ചിരിക്കണ ബന്ധുക്കളുടെ വീട്ടിൽ വിളിക്കാതെ പോയാൽ, കേട്ടോളൂ, ശത്രുത്വം നടിച്ചിരിക്കണ ബന്ധുക്കളുടെ വീട്ടിൽ അവർ വിളിക്കാതെ നമ്മൾ പോയാൽ നമുക്കുണ്ടാവാൻ പോണ അനുഭവം നമ്മുടെ ശരീരത്തിനൊന്നും സംഭവിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിനെ കീറി മുറിക്കും. ആ മുറിവ് മരണം വരേക്കും കടന്നു പെടയും. അതുകൊണ്ട് പുന്നാര ദാക്ഷായിനി, പോവല്ലേ. ഇത്രയ്ക്കും ദാക്ഷായിനി പറഞ്ഞിട്ടും പരമശിവൻ ദേഷ്യപ്പെട്ടിട്ടില്ല കേട്ടോ. ദാക്ഷായിനി ആലോചിച്ചു, എനിക്ക് പോകണം, എന്താ ചെയ്യുക, എനിക്ക് പോകണം. അപ്പോൾ അത് പോവാൻ, എന്നാൽ ഒരു കാര്യം, നിങ്ങൾ വരണില്ലെങ്കിൽ വേണ്ട, നമ്മൾ രണ്ടുപേരും കൂടി പോകണമെന്നായിരുന്നു താല്പര്യം, ഞാൻ തന്നെ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് കുറച്ച് ദൂരം പോയി. കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു, സങ്കടം. അത് കഴിഞ്ഞ് പിന്നെയും പോയി, പിന്നെയും തിരിച്ചു വന്നു. മൂന്നാം പ്രാവശ്യം എന്ത് ചെയ്തു? ഒരു പോക്ക് അങ്ങോട്ട് പോയി. പരമശിവന് തടയാമായിരുന്നു. ഇതേ നോക്ക്, ഇവിടെ നിൽക്കവിടെ, ഞാനാ പറയണത് പോവരുതെന്ന് പറഞ്ഞാൽ ദാക്ഷായിനി പോവില്ല കേട്ടോ, അനുസരണയുള്ള ഭാര്യയാണ്. പക്ഷെ പരമശിവൻ പറഞ്ഞില്ല. പറയാത്തതിന് എന്താ കാരണം എന്നറിയാമോ? പരമശിവൻ നോക്കി, ഈ ദാക്ഷായിനിക്ക്, ഈ സതിക്ക് ഇങ്ങനെ തോന്നാൻ എന്താ കാരണം? അവളുടെ വിനാശകാലം അടുത്തു, അവളുടെ മരണകാലം, ശരീരത്യാഗത്തിൻ്റെ സമയം അടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ തോന്നണത്. ശരി, ഞാൻ പിടിച്ചു നിർത്തിയാൽ അവൾ ഇവിടെ വെച്ച് ശരീരത്യാഗം നടത്തും. ഞാൻ വിട്ടുകഴിഞ്ഞാലോ അവൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ശരീരത്യാഗം നടത്തും. എൻ്റെ അടുത്ത് വെച്ച് ശരീരത്യാഗം നടത്തിയാൽ ആളുകൾ എന്താ പറയുക? പാവം പെണ്ണ്, അവളെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ വിട്ടില്ല, അതുകൊണ്ട് മരിച്ചുപോയി എന്ന് പറയും, ഇല്ലേ? അപ്പോൾ അത് വേണ്ട, ഏതായാലും ഇങ്ങനെ ആയിക്കോട്ടെ, അച്ഛൻ്റെ തലയിലായി മണ്ടയിലായിക്കോട്ടെ ആ പ്രശ്നം എന്നും പറഞ്ഞ് വിട്ടു. ഭൂതഗണങ്ങളുണ്ടല്ലോ, നന്ദി എല്ലാവരും, അയ്യോ ദേവി തന്നെ പോണു, തന്നെ പോവരുതെന്നും പറഞ്ഞ് അവരെല്ലാവരും ശിവനോട് ഞങ്ങൾ പോവാന്നും പറഞ്ഞ് അത് അനുവാദം പോലും ചോദിച്ചില്ല. പാർവതിയെ രക്ഷിക്കാനായിട്ട് പിന്നാലെ പോയി. പാർവതി ദേവി നേരെ, പാർവതിയല്ല സതി, ദാക്ഷായിനി നേരെ അച്ഛൻ്റെ അടുത്തേക്കും പോയി. പരമശിവൻ എന്ത് ചെയ്തു? ഉദാസീന ഭാവത്തിൽ യാതൊരു വരാൻ പോണു, അടുത്ത് കേൾക്കാൻ പോണ ന്യൂസ് എന്താ? ദാക്ഷായണിയുടെ ദേഹത്യാഗമാണ് കേൾക്കാൻ പോണത്. നല്ലോണം അറിയാം. യാതൊരു ചിന്തയില്ലാതെ നേരെ പോയി, മിണ്ടാതിരുന്നു. ഇവർ പോയി, ഭൂതഗണങ്ങൾ പോയി. അവിടെ പോയപ്പോൾ അമ്മേൻ്റെ ചേച്ചിമാരുണ്ട്, ചെറിയമ്മയുടെ മക്കളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സതീദേവിയെ സ്വീകരിച്ചു, അവൾക്ക് സമ്മാനമൊക്കെ കൊടുത്തു, എല്ലാം അങ്ങനെ. പക്ഷേ ദക്ഷൻ കണ്ട ഭാവം നടിച്ചില്ല. ആ സത്രശാലയിലുള്ള ആളുകൾ ആരും കണ്ട ഭാവം നടിച്ചില്ല. പക്ഷേ എല്ലാവർക്കും ദാക്ഷായണി വലിയ ഇഷ്ടമാണ് കേട്ടോ. സതിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടമാണെങ്കിലും ദക്ഷനു വേണ്ടി അവരെല്ലാവരും മിണ്ടാതിരുന്നു. ഇത് കണ്ടപ്പോൾ ദാക്ഷായണിക്ക് സഹിച്ചില്ല. ദാക്ഷായണി വന്ന് നിന്നു, അച്ഛനെ അങ്ങോട്ട് വിളിച്ചു.
വിളിച്ചിട്ട് പറഞ്ഞു, ലോകം മുഴുവനും കാൽക്കൽ വന്ന് വീഴുന്ന ഒരു മഹത് ത്രിമൂർത്തികളിലെ മൂന്നാമത്തെ മൂർത്തിയാണ് എൻ്റെ ഭർത്താവ്. അദ്ദേഹത്തിന് കാൽക്കൽ വീണ് നമസ്കരിക്കണതിന് പകരം ഇങ്ങനെ നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആദ്യത്തെ സത്രത്തിൽ വെച്ച് വത്സിച്ച് പറഞ്ഞില്ലേ, ആ ശരീരത്തിൽ നിന്നും ഉടലെടുത്തതല്ലേ ഈ ശരീരം. എനിക്ക് ഈ ശരീരം വെച്ചോണ്ടിരിക്കണ്ട, ഇനി ഒരു സെക്കൻഡ് പോലും എനിക്ക് ഈ ശരീരം വെച്ചോണ്ടിരിക്കണ്ട. അപ്പോ ഇതെന്താ അത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കാണ്ട് വന്നേക്കണു. വിളിക്കാണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ലഹളി ഉണ്ടാക്കുക. അതുമാത്രമല്ല, അവിടെ എങ്ങനെയാ പുന്നാരിച്ച് മടിയിലായിരുത്തണത്. അപ്പൊ മടിയിലിരുന്നാ പോരെ, എന്തിനാ അങ്ങോട്ട് വന്നത് ഇത് പറയാനാ? അങ്ങനെ വിചാരിക്കണ്ട അച്ഛാ, ഇനി ഞാൻ തിരിച്ചു പോയാലുണ്ടല്ലോ, ഞാൻ തിരിച്ചു പോകാം. തിരിച്ചു പോയാലുണ്ടല്ലോ, എപ്പോഴെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ദാക്ഷായിനി സത്രത്തിന് പോയിട്ട് അച്ഛൻ്റെ ശവം കാണാൻ പോയിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ എനിക്ക് പിന്നെ ഈ ശരീരത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നോട് പറഞ്ഞതാ പോകരുതെന്ന്, ഞാൻ കൂട്ടാക്കാണ്ട് വന്നതാ. ഇവിടെ വന്നപ്പോൾ ഇതല്ലേ ഉണ്ടായത്. ഇനി ഈ ശരീരം വെച്ചോണ്ട് ഞാൻ എൻ്റെ വീട്ടിലാവട്ടെ, ഭർത്താവിൻ്റെ വീട്ടിൽ, അച്ഛൻ്റെ വീട്ടിലാവട്ടെ, ഭർത്താവിൻ്റെ വീട്ടിലാവട്ടെ, ഞാൻ ഇരിക്കാൻ ഉദ്ദേശിക്കണില്ല എന്ന് പറഞ്ഞിട്ട് റെയിൽ തലവെച്ചില്ല കേട്ടോ. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയൊന്നുമില്ല. നമ്മളതല്ലേ സൂത്രം കണ്ടേക്കണേ, നമുക്ക് ചാവണം തോന്നിയാലേ. അതല്ല ചെയ്തത്. ദാക്ഷായിനി നേരെ ആ സത്രശാലയിൽ തന്നെ നേരെ വടക്കോട്ട് തിരിഞ്ഞായിരുന്നു. ഒരു മഞ്ഞ പട്ടും കൊണ്ട് ശരീരം മൂടി. എന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചു. പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് യോഗാഗ്നി എന്ന് പറഞ്ഞൊരു അഗ്നിയുണ്ട്. അതെങ്ങനെയാ ഉണ്ടാക്കാന്ന് പറയാനറിയാം, എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. വായുവിലെ അന്തരീക്ഷത്തിലുള്ള വായു ഉണ്ടല്ലോ, ആ വായുവിലെ ഓക്സിജനെ മാത്രം എടുക്കുക. എന്നിട്ട് അന്തരീക്ഷത്തിൽ തന്നെ എവിടെയായാലും അഗ്നി ഉണ്ടല്ലോ, ആ അഗ്നിയെ എടുക്കുക. ആ രണ്ടും കൂടി കൂട്ടി ചത്തി തീയും ഓക്സിജനും കൂടി ചേർന്ന കത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ അവനവൻ്റെ ഉള്ളിലുള്ള ജീവനുണ്ടല്ലോ, ആ ജീവനെയും കൂടി കൂട്ടി ചേർക്കുക. അതിനെ മൂന്നിനെയും കൂടി കൂട്ടി ചേർത്തിട്ട് ഈ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, യോഗ പഠിക്കണവർക്ക് അതൊക്കെ പറയാനറിയാം. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഏതാണ്ട് 6 ചക്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ചക്രങ്ങളിൽ കൂടി കയറ്റി കൊണ്ടുവന്നിട്ട് ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് ഉറപ്പിച്ചിട്ട് പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചു, എൻ്റെ ശരീരം ദഹിച്ചു പോകട്ടെ. ഉടനെ തീ വന്നു. തീപ്പെട്ടിയൊന്നും അരച്ചില്ല, തീ വന്നു. എല്ലാവരും കണ്ടു നിൽക്കെ ദാക്ഷായിനി ശവപ്രായമായി. ശരീരം ത്യജിച്ചു, ശരീരത്യാഗം ചെയ്തു. ആത്മഹത്യ ചെയ്തു എന്നല്ല അതിന് പേര്, ശരീരത്യാഗം ചെയ്തു. ഇങ്ങനെ ശരീരത്യാഗം ചെയ്തപ്പോ അന്ന് മിണ്ടാതിരുന്നില്ലേ, അതിൻ്റെ ഇടയിൽ ഒരെണ്ണം വിട്ടുപോയില്ലോ. അന്ന് ദക്ഷൻ ഈ ശിവനെ എങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അത് പറഞ്ഞപ്പോ ദക്ഷന് കുറച്ച് കൂട്ടുകാരുണ്ട്. അതിലൊന്നാമത്തവനാണ് ഭൃഗു. ആ ഭൃഗു ഉണ്ടല്ലോ, അങ്ങനെ വേണം, ഇനിയും പറയണം ശിവനെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാട്ടിയിരുന്നു. പൂഷാവ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് ഇവരുടെ കൂട്ടുകാരൻ. അയാൾ കൊഞ്ഞനം കാണിക്കില്ലേ, അതുപോലെ നന്നായേ ഉള്ളൂ, അങ്ങനെ തന്നെ വേണം, ശിവന് ഇനിയും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഒരു ഭഗൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ ശിവനെ ഇങ്ങനെ നോക്കി, ദക്ഷനെ ഇങ്ങനെ നോക്കി, ശിവനെ നോക്കി, ദക്ഷനെ നോക്കി, ഇങ്ങനെ എന്നിട്ട് കളിയാക്കി ചിരിച്ചു. ഇതൊക്കെ അന്ന് ശിവൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവരന്ന് ചെയ്തതാ. ഈ ശരീരത്യാഗം ചെയ്തപ്പോൾ ഈ ഭൃഗു, ഈ പൂഷാവ്, ഈ ഭഗൻ അടക്കം എല്ലാവരും സങ്കടപ്പെട്ടു കേട്ടോ. അന്ന് അത്രയും പറഞ്ഞവരാണെങ്കിലും അവർ സങ്കടപ്പെട്ടു. പാപം, സതി ദേഹം പോയില്ലേ, ദേഹത്യാഗം ചെയ്തപ്പോൾ എല്ലാവരും കൂടി ബഹളം കൂട്ടിയപ്പോൾ അവിടെ ശിവനില്ല, ബ്രഹ്മാവില്ല, വിഷ്ണുവില്ല ആ സഭയിൽ. ഇവരെന്ത് ചെയ്തു? നന്ദിയും കൂട്ടരും ഇത് തന്നെ തഞ്ചം, അവനെ ശരിയാക്കണം എന്ന് പറഞ്ഞ് ദക്ഷനെ യാഗം ശരിയാക്കാനായിട്ട് പാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ദക്ഷനെ കൊല്ലാൻ പുറപ്പെട്ട് അവിടെ ആകെ ബഹളായി. ബഹളം കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഭൃഗു വേഗം, ഭൃഗു മുനിയാണല്ലോ, ശക്തിയുള്ള മുനിയാണ്. അവിടെ ദക്ഷിണാഗ്നി എന്ന് പറഞ്ഞൊരു അഗ്നിയുണ്ട്, അതിൽ ഹോമിച്ചപ്പോൾ അതിൽ നിന്ന് കുറേ ദേവന്മാരും കൂടി പൊന്തി വന്നു. ആ ദേവന്മാരുടെ കയ്യിൽ തീക്കനലും കൊണ്ടാണ് വന്നത്. തീക്കനലും കൊണ്ട് വന്നിട്ട് ഇവറ്റകളൊക്കെ പൊള്ളിച്ചു. ആരെ? ഈ നമ്മുടെ നന്ദിയുടെ കൂട്ടുകാരന്മാരെ എല്ലാത്തിനും പൊള്ളിച്ചു. അവറ്റകളൊക്കെ അവരോടി, ഇവരും കുറേ പേർക്ക് ഇത് പറ്റി, അവരോടി വേഗം തന്നെ പോയി.
ഇവിടെ പോയി നാരദനും പോയി, ഉടനെ തന്നെ ഈ നന്ദിയും കൂട്ടരൊക്കെ പോയി. ദാക്ഷായണിയുടെ ദേഹത്യാഗം നടന്നു. ശിവനോട് പറയണ്ടേ, ദാക്ഷായണിയുടെ ദേഹത്യാഗം നടന്നു. ഭൃഗുവിൻ്റെ ആൾക്കാർ നമ്മുടെ ശിവന്റെ പാർഷദന്മാരെ എല്ലാവരെയും പൊള്ളിച്ച് അവരിത് ഓടി ശിവന്റെ അടുത്തേക്ക് വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 5-ാമത്തെ അധ്യായമായി. ഇപ്പോൾ 3ഉം 4ഉം കൂട്ടി ചേർത്താൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ പരമശിവൻ എന്ത് ചെയ്തു? ദേഷ്യം വന്നു. അതുവരെ ദേഷ്യം വരാത്ത പരമശിവന് തൻ്റെ മടിയിൽ വെച്ച് പുന്നാരിച്ചിരുന്ന ദാക്ഷായണിയുടെ ശരീരത്യാഗവും അന്ന് ഭത്സിച്ചതും ഇന്ന് പാർഷദന്മാരെ എല്ലാം ഓടിച്ചതും ഇത്രയായപ്പോൾ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ പരമശിവൻ എന്ത് ചെയ്തു? ദേഷ്യം അങ്ങോട്ട് എങ്ങനെയാണ് ദേഷ്യപ്പെട്ടതെന്നറിയാമോ? ഈ സിനിമയിലൊക്കെ നടന്മാർ ദേഷ്യപ്പെടില്ലേ? അവർ ദേഷ്യപ്പെട്ട് ഇതൊക്കെ കാണിക്കണത് എന്തിനാ? കാശിന് വേണ്ടി. അവർക്ക് ദേഷ്യം ഉണ്ടായിട്ടാ? അതുപോലെ പരമശിവന് ദേഷ്യം വരില്ല, അത് ഭഗവാനാണ്. പക്ഷേ ദേഷ്യം ആവേശിച്ചിട്ട് ആ തലയുണ്ടല്ലോ, ഇത് മുട്ടത്തലയാ, അങ്ങനെ ജട, ആ ജട ഇട്ടിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് അടിച്ചു നിലത്ത് അടിച്ചപ്പോൾ അവിടെ നിന്നും വീരഭദ്രൻ എന്ന പേരായ ഒരു ഭഗവാൻ, പരമശിവനെ പോലെ തന്നെ അത്രയ്ക്ക് കരുത്തുള്ള വീരഭദ്രൻ ഉണ്ടായി. ഈ വീരഭദ്രൻ, സ്വാമി ഞാൻ എന്താ വേണ്ടേ, എന്നെ എന്തിനാ സൃഷ്ടിച്ചിരിക്കണേന്ന് ചോദിച്ചു. പരമശിവൻ പറഞ്ഞു, പോയി ദക്ഷനെ കൊല്ല്, ദക്ഷയാഗം മുടക്ക്. ഉടനെ തന്നെ വീരഭദ്രൻ പറയണതാണെന്ന് നന്ദിയും കൂട്ടുകാരൊക്കെ പിന്നാലെ കൂടി. ഇപ്പം ആളായില്ലോ, എല്ലാവരും കൂടി പോയി അവിടെ പോയിട്ട് ദക്ഷനെ കൊല്ലാനായിട്ട് വീരഭദ്രൻ ഒരു വാളും കൊണ്ടാണ് പോയത്. കൊണ്ടുപോയിട്ട് ദക്ഷനെ കൂടി പിടിച്ചിട്ട് മുറിക്കണു. ദക്ഷൻ്റെ തല കഴുത്ത് മുറിയണില്ല. അപ്പം വീരഭദ്രനിരുന്ന് പരമശിവനെ ധ്യാനിച്ചു. ഭഗവാനെ, ഇയാളെ കൊല്ലാൻ എന്താ വഴി? അപ്പം തന്നെ ഓർമ്മ വന്നു, ഇതിനെ യാഗപശുവായിട്ട് വിചാരിക്കണം. ആരേ? ദക്ഷനെ യാഗപശുവായിട്ട് വിചാരിച്ചിട്ട് യാഗപശുവിനെ വാളും കൊണ്ട് മുറിക്കുകയല്ല ചെയ്യുക, കയ്യും കൊണ്ട് പിരിച്ചിട്ട് അത്രേ കൊല്ലും. കയ്യും കൊണ്ട് പിരിച്ചെടുത്തിട്ട് ആ ദക്ഷിണാഗ്നിയിലേക്ക് ഇട്ടു. തല ശരീരം ഇപ്പുറത്ത് വിട്ടു. എന്നിട്ട് അടുത്തത് ഭൃഗുവിനെ പിടിച്ചു. ഭൃഗുവല്ലേ അന്ന് ഇങ്ങനെ താടിയിട്ട് ആട്ടിയത്, ആ ഭൃഗുവിൻ്റെ താടി മുഴുവനും ചുരുട്ടിയെടുത്ത് പിടിച്ചെടുത്തിട്ട് എറിഞ്ഞു. എന്നിട്ട് ഭൃഗുവിനെ അങ്ങോട്ട് തള്ളി. പൂഷാവല്ലേ കൊഞ്ഞനം കാട്ടിയത്, പല്ല് ചെന്ന് കാണിച്ചത്, അയാളുടെ പല്ല് മുഴുവൻ തല്ലി കൊഴിച്ചിട്ട് അയാളെ അവിടേക്ക് ഇട്ടു. ഭഗന്റെ 2 ഇങ്ങനെയൊക്കെ ഗോഷ്ടി കാട്ടിയില്ലേ, 2 കണ്ണും ചുരുന്നെടുത്തിട്ട് ഭഗന് കുരുടനാക്കി അങ്ങോട്ടേക്ക് എറിഞ്ഞു. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയാ ചെയ്തതെന്ന് അറിയില്ല. സർവ ഈ ആരുടെ ദക്ഷന്റെ ആൾക്കാർക്കും കയ്യോ അന്ന് ഇങ്ങനെ ഇങ്കുലാബ് കാട്ടിയ ആൾക്കാരുണ്ട്, നന്നായേ ഉള്ളൂ എന്ന് പറഞ്ഞവര്, തുള്ളിയവരെ ചാടിയവരെ എല്ലാത്തിനും കയ്യും കാലും ഒക്കെ മുറിച്ചങ്ങോട്ട് ഇട്ടിട്ട് ഇവര് തിരിച്ചു പോയി. അപ്പോൾ ഈ ഇവറ്റകൾക്ക് ഇനി എന്താ വഴിയുള്ളത്? ബ്രഹ്മാവും ഇല്ല, വിഷ്ണുവും ഇല്ല. വേഗം പോയിട്ട് 2-3 പേര് പ്രാഞ്ചി പോയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി. ദക്ഷൻ മരിച്ചു, ദക്ഷനെ കൊന്നു, ബാക്കി എല്ലാവർക്കും എണീക്കാൻ വയ്യാണ്ട് കിടക്കുകയാണ്. യാഗശാല വന്ന് നോക്കൂ എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് മനഃപൂർവ്വം ബ്രഹ്മാവും വിഷ്ണുവും വന്നിട്ടില്ലേ, ബ്രഹ്മാവ് പറഞ്ഞു, ഇത് ശിവന്റെ കോപമാണ്. ഈ ശിവന്റെ കോപത്തിന് വേറെ ഒരു മരുന്നുമില്ല, പരമശിവന്റെ കാക്കൽ പോയി വീഴുക. ശരീരം കൊണ്ടും മനസ്സുകൊണ്ട് ഇത് പറയുക, ക്ഷമ പറയുക, ശരീരം കൊണ്ട് പോയി പ്രണമിക്കുക. ശരി, നമുക്ക് പോകാം. ഇവർക്ക് പേടിയാവണം ശിവൻ്റെ അടുത്തേക്ക് പോകാൻ. ആ 3ാമത്തെ കണ്ണ തുറന്നുണ്ടെങ്കിലും മുഴുവനും ഞാമ്പലാവും. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, പേടിക്കണ്ട, വരൂ, ഞാൻ വരാൻ കൂടിയെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഇവരെയും കൊണ്ട് ശിവനിരിക്കുന്നു. ശിവനപ്പോൾ ഇവിടെ കേട്ട് കഴിഞ്ഞില്ലേ, ദാക്ഷായണിയുടെ ശരീരത്യാഗം കേട്ട ഉടനെ തന്നെ പരമശിവൻ പോയിട്ട് ഒരു വടവൃക്ഷത്തിൻ്റെ ചോട്ടിൽ തെക്കോട്ട് തിരിഞ്ഞ് ദക്ഷിണാമൂർത്തിയായിട്ട് ഇരിക്കുക, ശാന്തനായിട്ട്. മഹാവിഷ്ണുവിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇരുന്ന് ധ്യാനിച്ചിരിക്കുകയാണ് ദക്ഷിണാമൂർത്തി. ഇതിനൊരു അമ്പലം ഉണ്ട് കേട്ടോ, ഇവിടെ നമ്മുടെ പാറലിക്കാട്ടിൽ വ്യാസതപോവനത്തിൽ ഒരമ്പലമുണ്ട്. അവിടെയുള്ള പ്രതിഷ്ഠ ദക്ഷിണാമൂർത്തിയാണ്, ജ്ഞാനമൂർത്തി. അന്നത്തെ ആ സമയത്ത് ലോകത്തിലെ ജ്ഞാനം സമ്പാദിച്ചിട്ട് ജ്ഞാനമൂർത്തിയായിട്ടിരുന്ന ഒരേ ഒരു ദേവൻ ദക്ഷിണാമൂർത്തിയായിരുന്നു, പരമശിവൻ. തെക്കോട്ട് തിരിഞ്ഞാണ് പ്രതിഷ്ഠ.
കാലുമേ കാലും കയറ്റി വെച്ച് സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്ന് പറഞ്ഞ 4 ആളുകൾ 4 ചുറ്റും നാരദൻ വന്ന് നിൽക്കണം. പിന്നെ കുറേ ബ്രാഹ്മണരുണ്ട്, കുറേ ഋഷികളുണ്ട്. അവർക്കൊക്കെ ഉപദേശം, അവരെല്ലാവരും നോക്കിയിരിക്കുക പരമശിവൻ കണ്ണു തുറന്ന് ഉപദേശം മേടിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കണ ഒരു മൂർത്തിയായിട്ട് അവിടെ ഇരിക്കണ സമയത്ത് ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് ഈ കൈയൊടിഞ്ഞത് കാലൊടിഞ്ഞത് എണീറ്റെടുക്കാൻ ത്രാണിയുള്ളത് എല്ലാത്തിനെയും കൊണ്ട് വന്നു. വരൂ എല്ലാവരും വന്ന് കാൽക്കൽ വീട് നമസ്കരിക്കുക വന്നു. അപ്പോൾ 6-ാം അധ്യായം 6-ാം അധ്യായത്തില് കൈലാസവർണ്ണനയാണ് കേട്ടോ. പരമശിവന്റെ കൈലാസത്തിലാണല്ലോ പരമശിവൻ. ആ കൈലാസത്തിൽ കൂടി പരമശിവൻ ഇരിക്കണ വനത്തിലേക്ക് വരുമ്പോൾ ഇവർ കണ്ട കാഴ്ച നിങ്ങൾ ഏത് വായിച്ചില്ലെങ്കിലും 6-ാം അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ. 6-ാം അധ്യായം പരമശിവന്റെ അടുത്തേക്കുള്ള പോക്ക്, കൈലാസ വർണ്ണന. എന്താണെന്നറിയുമോ കൈലാസത്തിൽ കണ്ടത്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്ന സംഗതികൾ. പഞ്ചേന്ദ്രിയങ്ങളും ആനന്ദിച്ചാൽ നാച്ചുറലായിട്ടും സ്വാഭാവികമായിട്ടും മനസ്സും ആനന്ദിക്കും. അങ്ങനെയുള്ള കാഴ്ച. എന്താ ഇത്ര വലിയ ആനന്ദം ഉണ്ടാക്കണ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ വെള്ളിമലകള്, സ്വർണ്ണമലകള്, നവരത്ന മലകള് കൂമ്പാരമായിട്ട് അങ്ങനെ മലകൾ ഇഷ്ടം പോലെ ഉണ്ട് അത്ര കൈലാസത്തിൽ. ഞാൻ വിചാരിച്ചു കേട്ടോ, പണ്ടെങ്ങാനും കള്ളപ്പണമൊക്കെ പിടിക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ സ്വർണവും വെള്ളിയും രത്നവും വൈരവും ഒക്കെ ഉള്ളവർ കൊണ്ടുപോയി കൈലാസത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവും. അവിടെ പോയാൽ പിന്നെ രക്ഷയായില്ലോ, നമ്മളെ ഇവരും പിടിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുപോയി ഇട്ടതാണോ എന്തോ എന്ന് വിചാരിച്ചു. ഈ കാലത്തൊക്കെ പൂറ്റി എവിടെയാ വെക്കാന്ന് അറിയാണ്ടിരിക്കല്ലേ. കൈലാസത്തിൽ പോയാൽ അവിടെ മുഴുവനും സ്വർണവും വെള്ളിയും ഈ നവരത്നങ്ങളും ഒക്കെ. അത് കണ്ണിന് ആനന്ദം ഉണ്ടാക്കണ വർണ്ണമാണ്. പിന്നെ ഇടയിലെ തടാകങ്ങളിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വെള്ളി ഉരുക്കി ഒഴിച്ചതുപോലെയാണ് വെള്ളം. ആ തടാകത്തിൽ നീലത്താമര, വെള്ളത്താമര, ചെന്താമര, സ്വർണ്ണത്താമര. അതിൽ സ്വർണ്ണത്താമരകളുടെ അതിൻ്റെ വക്കിലൊക്കെ ഇങ്ങനെ നവരത്നങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട് അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് വായിച്ചു നോക്കണം 6-ാം അധ്യായം കേട്ടോ. അങ്ങനെ സുന്ദരമായ തടാകങ്ങൾ ഇത്. ഇനിയോ കണ്ണിന് മൂക്കിന് ആനന്ദം ഉണ്ടാക്കണമെങ്കിൽ നല്ല സൗരഭ്യം, പാരിജാത പുഷ്പം, സൗഗന്ധിക വനമുണ്ട്. അതിൽ കൂടി പോകുമ്പോൾ സൗഗന്ധിക പുഷ്പങ്ങളുടെ മണം, പാരിജാത പുഷ്പങ്ങളുടെ മണം, ഈ മണമൊക്കെ വരുന്നുണ്ട്. അത് കൂടാതെ ഒരു മണം പറയണുണ്ട് കേട്ടോ. അതെന്ത് മണമെന്നറിയാവോ? ആനകൾ മദം പൊട്ടിയിട്ട് അവരുടെ കണ്ണീന്ന് വെള്ളം വരും അത്രേ. കണ്ണീന്ന് വെള്ളം വരുമ്പോൾ മുഖത്തൊക്കെ ആ വെള്ളമാവും. ആ വെള്ളം എവിടെയൊക്കെ ആവണോ അവിടെയൊക്കെ ചൊറിയും അത്രേ. അപ്പം ആനകൾക്ക് ഇങ്ങനെ ചൊറിയുമ്പോൾ അവര് രക്തചന്ദന മരങ്ങൾ ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. രക്തചന്ദന മരത്തിലിട്ട് അവരുടെ മുഖം ഇട്ട് ഇങ്ങനെ ഉരയ്ക്കുന്നു. അങ്ങനെ മുഖം ഇട്ട് ഉരച്ചു കഴിഞ്ഞാൽ ആനയുടെ മുഖത്തിലത്തെ തൊലി പോവില്ല, അത് കട്ടിയില്ലേ, രക്തചന്ദനത്തിൻ്റെ തൊലി ഉരിയുന്ന. ആ തൊലിയിൽ തട്ടി വരണം അന്തമാരുതനുണ്ടല്ലോ, രക്തചന്ദനത്തിൻ്റെ സൗരഭ്യം ഉണ്ടായിരിക്കും. ഈ രക്തചന്ദനത്തിൻ്റെ സൗരഭ്യം കേട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചെറുപ്പക്കാർക്കൊക്കെയും അവർക്ക് വല്ലാതെ കാമം ഇളകും. അവിടെ സരസ്സുകളുണ്ട്, പിന്നെ വള്ളിക്കുടിലുകളുണ്ട്, ഇഷ്ടം പോലെ വൃക്ഷങ്ങളുണ്ട്, ലതകളുണ്ട്, വള്ളിക്കുടിലുണ്ട്. ആ വള്ളിക്കുടികളിലൊക്കെയും ദേവന്മാരും ദേവിമാരും ഒക്കെ സന്തോഷമായിട്ട് അവർ ഫ്രീ സെക്സ് നടത്തുകയാണ് അവിടെ. അതും കണ്ടുകൊണ്ടാണ് ഈ കൈയൊടിഞ്ഞതും കാലൊടിഞ്ഞതൊക്കെ പോണത്. അപ്പോൾ കണ്ണിന് ഇമ്പമായി, മൂക്കിന് ഇമ്പമായി, ചെവിക്ക് കുയിലുകളുടെ പാട്ട്. പിന്നെ ഈ വണ്ടുകളിലെ എന്നും പറഞ്ഞു മുരണ്ടിട്ടുള്ളൊരു ശബ്ദം രാത്രി നേരം നമുക്ക് കേൾക്കാം. അങ്ങനെയുള്ള വണ്ടുകളുടെ ശബ്ദം, പിന്നെ ഈ കുയിലുകളുടെ ശബ്ദം, അങ്ങനെ ചെവിക്ക് ഇമ്പം. പിന്നെയോ തീറ്റയ്ക്ക് നിറയെ ഈന്തപ്പഴം പോലെയുള്ള പല ജാതി പഴങ്ങൾ, പല ജാതി പൂക്കൾ, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളെയും രമിപ്പിക്കുന്നത് മൂലം 6-ാമത്തെ ഇന്ദ്രിയമായ മനസ്സ് തുള്ളിക്കൊണ്ട് അങ്ങനെയാണ് കൈലാസം. ഒരൊറ്റ ഈ സ്ത്രീ പുരുഷന്മാരിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇതായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഒരൊറ്റ സ്ത്രീക്ക് പോലും ഒരു ഗർഭം ഉണ്ടാവുകയോ വയ്യാണ്ടാവുകയോ ക്ഷീണിക്കുകയോ ബെഡ് റെസ്റ്റോ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിലോ ഒന്നുമില്ല. ചെറുപ്പക്കാർ പുരുഷന്മാരും സ്ത്രീകളും കൂടി രമിക്കണത് മാത്രം കൈലാസത്തിൽ അവർ കണ്ട കാഴ്ചയാണ്. എന്നിട്ട് അവസാനം പരമശിവൻ ഇരിക്കണത് കണ്ടു. കിടുകിടാ വിറയ്ക്കണു ഇവർക്കൊക്കെ. ബ്രഹ്മദേവന് ഒരു വിറയില്ല, ബ്രഹ്മാവിന് വിറയില്ല. ബ്രഹ്മാവ് നോക്കി നിന്ന് എന്താ വേണ്ടത്, എന്താ പറയേണ്ടത്. അപ്പോൾ നോക്കി നിന്നപ്പോൾ എല്ലാവരും കൂടി ആദ്യം പ്രാർത്ഥിക്കുക.
ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുക. ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ഒരു മിനിറ്റ്. ഓം ദക്ഷിണാമൂർത്തേ സദ്ഗുരുദേവാ. കൂടെ ചൊല്ലണമെങ്കിൽ ചൊല്ലാം കേട്ടോ, ഞാൻ 2 പ്രാവശ്യം ചൊല്ലാം. ദക്ഷിണാമൂർത്തേ സദ്ഗുരുദേവാ ദേഹി ദേഹി തവ ശ്രീപാദസേവാ. ദേഹി ദേഹി തവ ശ്രീപാദസേവാ. ദക്ഷിണാമൂർത്തേ സദ്ഗുരുദേവാ. ത്വമസി ബ്രഹ്മ സനാതന ദേവ. ത്വമസി ബ്രഹ്മ സനാതന ദേവ. സനാതന ദേവ. ത്വമസി ബ്രഹ്മ സനാതന ദേവ. വിഷ്ണു നാരായണ ശ്രീവാസുദേവ. വിഷ്ണു നാരായണ ശ്രീവാസുദേവ. പന്നഗഭൂഷണ ശിവമഹാദേവ. പന്നഗഭൂഷണ ശിവമഹാദേവ. എന്താ ഇതിന്റെ അർത്ഥം? ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒന്ന് തന്നെ. മനസ്സിലാക്കിയോ ആ വേർഡ്സ്? ദേഹി ദേഹി തവ ശ്രീപാദസേവാ. ദേഹി ദേഹി തവ ശ്രീപാദസേവാ. ദക്ഷിണാമൂർത്തേ സദ്ഗുരുദേവാ ദേഹി ദേഹി തവ ശ്രീപാദസേവാ. ത്വമസി ബ്രഹ്മ സനാതന ദേവ. വിഷ്ണു നാരായണ ശ്രീവാസുദേവ. പന്നഗഭൂഷണ ശിവമഹാദേവ. ദേഹി ദേഹി തവ ശ്രീപാദസേവാ. ദക്ഷിണാമൂർത്തേ സദ്ഗുരുദേവാ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. 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 ദക്ഷിണാമൂർത്തയേ ദക്ഷിണാമൂർത്തയേ. ദക്ഷിണാമൂർത്തയേ ദക്ഷിണാമൂർത്തയേ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. എല്ലാവരും സാഷ്ടാംഗം നമസ്കരിച്ചു ദക്ഷിണാമൂർത്തിയെ. ദക്ഷിണാമൂർത്തിക്കുണ്ടോ ദേഷ്യം? യാതൊരു ദേഷ്യവും തോന്നിയില്ല, കാരുണ്യം മാത്രമേ തോന്നിയുള്ളൂ. അപ്പോൾ ബ്രഹ്മാവാണ് സംസാരിച്ചത്. ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ തൊണ്ടയിടറുക, അവർക്ക് പേടി, കയ്യും കാലുമൊക്കെ വിറയ്ക്കുക. പറഞ്ഞു, നോക്കൂ, നന്ദികേശ്വരൻ്റെ ശാപം കൊണ്ട് ആദ്യത്തെ സത്രത്തിൽ നടന്ന നന്ദികേശ്വരത്തിൻ്റെ ശാപത്തിൻ്റെ ഫലമായിട്ട് എല്ലാ ദേവന്മാർക്കും അവർക്ക് ഈശ്വരവിധ ഇല്ലാണ്ടായിപ്പോയി. ബ്രഹ്മജ്ഞാനം കിട്ടാതെ പോയി. ദക്ഷന് ആത്മജ്ഞാനം കിട്ടാതെ പോയി. അവൻ എന്ത് ചെയ്തു? ഇങ്ങനെ സുഖലോലുപനായിട്ട് നടന്നിട്ട് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് നടന്നു. അതെല്ലാം അവരുടെ അജ്ഞാനം കൊണ്ട് ചെയ്തതാണ്. ഭഗവാനെ അവരോട് ക്ഷമിക്കണം. പരമശിവൻ എന്തു മറുപടി പറഞ്ഞു എന്നറിയാമോ? പരമശിവൻ വലിയ ഉഗ്രമൂർത്തിയാണെന്നൊക്കെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്. പരമശിവൻ പറഞ്ഞു, നോക്കൂ, എനിക്ക് ആരോടും യാതൊരു വിരോധവുമില്ല, യാതൊരു ദേഷ്യവുമില്ല, എനിക്ക് അവരോട് പകയുമില്ല. പിന്നെ എന്തിന് ഇതിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, കുറ്റം ചെയ്തവന് ശിക്ഷ കൊടുക്കണം, കുറ്റം ചെയ്തവനെ ശിക്ഷിക്കണം. അവന് തക്കതായ ശിക്ഷ കിട്ടിയില്ലെങ്കിൽ നോക്കി നിൽക്കണ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, അവരും എല്ലാവരും കുറ്റം ചെയ്യാനുള്ള ഒരു പ്രവണത അവരിലുണ്ടാകും. അതുകൊണ്ട് ഒരുത്തൻ കുറ്റവാളിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ ആ തെളിവ് ഈ തെളിവ് അത് ഇതൊന്നും പറഞ്ഞൊന്നും നിൽക്കരുത്, അവനെ ശിക്ഷിക്കണം. അപ്പം ആ ശിക്ഷ വധമല്ല കൊടുത്തത്, വധശിക്ഷയല്ല. ഇപ്പം കൊന്നിട്ടുണ്ട്,
അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവനെ വധിക്കണം, ദക്ഷനെ വധിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് വരൂ, നമുക്ക് എല്ലാവർക്കും ദക്ഷന്റെ യാഗശാലയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി കൈലാസത്തിൽ നിന്ന് ദക്ഷന്റെ യാഗം നടക്കണ യാഗശാലയുടെ അടുത്തേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണണം കാഴ്ച, ഒക്കെ മുറിവേറ്റിട്ടൊക്കെ കിടക്കുകയല്ലേ. അങ്ങനെ കിടക്കുമ്പോൾ എന്ത് ചെയ്തു, പരമശിവൻ വന്നു. ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യൂ, ദക്ഷനെ ആ തലയും ശരീരവും കൂടി യോജിപ്പിക്കൂ. എവിടെ ദക്ഷന്റെ തല ദക്ഷിണാഗ്നിയിൽ ദഹിച്ചു കഴിഞ്ഞു, ദക്ഷന്റെ തലയില്ല. അന്നൊരു കാര്യം ചെയ്യാം, നന്ദി പറഞ്ഞില്ലേ ആടിന്റെ മുഖറായിക്കോട്ടെ എന്ന്, അതുപോലെ തന്നെ ആയിക്കോട്ടെ, ഒരാടിനെ വെട്ടിയിട്ട് ആടിന്റെ മുഖറെടുത്ത് ദക്ഷന്റെ ശരീരത്തിൽ വെച്ചു. അപ്പൊ ദക്ഷൻ എന്നിട്ട് പരമശിവന്റെ കടാക്ഷം ഒന്നുകൊണ്ട് തന്നെ ദക്ഷൻ കണ്ണു തുറന്നു, വേഗം എഴുന്നേറ്റു, നമസ്കരിച്ചു. നമസ്കരിച്ചിട്ട് ദക്ഷൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണമെന്ന്. പക്ഷെ അത് പറയാനുള്ള നാവ് പൊന്തണില്ല. എന്താ ചെയ്യുക? അവസാനം ദക്ഷൻ പറഞ്ഞു, അറിഞ്ഞില്ല, ത്രിഗുണങ്ങൾക്കും അപ്പുറത്തുള്ളതായ ഭഗവാൻ ത്രിഗുണാധീനനായിട്ട് ത്രിഗുണങ്ങളുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണത് പോലെ ചെയ്ത് എൻ്റെ അപരാധം ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല, ഗുണരഹിതനായ ഭഗവാനാണെന്നും ആരോടും ഇതുപോലെ പകയില്ല. എന്നെ വാസ്തവത്തിൽ എന്നെ നരകത്തിലേക്ക് തള്ളിവിടേണ്ടതാണ് ഞാൻ ആ ചെയ്ത കുറ്റത്തിന്. അത് ചെയ്യാതെ എന്നെ രക്ഷപ്പെടുത്തിയില്ലേ, എന്നെ രക്ഷിച്ചില്ലേ ഭഗവാനെ എന്നും പറഞ്ഞ് ഒരു ശ്ലോകം പറഞ്ഞിട്ട് നമസ്കരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ശിവൻ എന്ത് പറഞ്ഞു, ബാക്കിയുള്ളത് ഇനി അടുത്തതാർക്കാ? ഭൃഗുവിൻ്റെ ആണ് താടി മുഴുവൻ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞേ ഇവിടേക്കേ. അതിന് ഒരു കാര്യം ചെയ്യാം, അവന് വേറെ ഒരാടിൻ്റെ താടി രോമം എടുത്തു വെച്ചു കൊടുക്കൂ. അത് വെച്ചു. പിന്നെ പൂഷാവുണ്ടല്ലോ, അവൻ കൊഞ്ഞനം കാട്ടിയതാ. ആ കൊഞ്ഞനം കാട്ടിയ പൂഷാവിൻ്റെ പല്ലൊക്കെ തല്ലി കൊഴിച്ചു, അത്രയേ ഉള്ളൂ. അവനെ പല്ലില്ലാണ്ടിരുന്നോട്ടെ. അവന് പല്ലില്ലാത്തവരെന്താ ചെയ്യുക? കുഴച്ചിട്ടല്ലേ കഴിക്കുക. അങ്ങനെ കുഴച്ച് കഴിച്ചോട്ടെ. അതിന് വേണമെങ്കിൽ അവൻ്റെ യജമാനൻ്റെ വായെ കൂടി കുഴച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. അവൻ അങ്ങനെ ഇരുന്നാൽ മതി. അവന് ഓർമ്മ വേണ്ടേ ഈ കൊഞ്ഞനം കാട്ടിയത്. അതുപോലെ ഭഗനുണ്ടല്ലോ, ഭഗൻ്റെ ചൂഴ്ന്ന കണ്ണിന് പകരം അവൻ്റെ യജമാനൻ്റെ കണ്ണും കൊണ്ട് അവൻ കണ്ടോട്ടെ. അവന് കാണാം, പക്ഷെ അവന് കണ്ണില്ല. അപ്പം ഇവർ ഈ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അപ്പോൾ ഓർമ്മ വരും, പരമശിവനെ ബന്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് മറന്നു പോവില്ല. അപ്പം ഇനി രണ്ടാമത് അഹങ്കരിക്കില്ല. അങ്ങനെ ഇവരുടെ അഹങ്കാരമൊക്കെ ശമിച്ചു. അഹങ്കാരം ശമിച്ചാൽ മതിയോ? യാഗം മുഴുവനാവണ്ടേ? യാഗം മുഴുവനായിട്ടില്ല. അപ്പോൾ വേഗം എന്ത് ചെയ്തു, യാഗം മുഴുവനാവണമെങ്കിൽ മഹാവിഷ്ണുവിനെ വരുത്തണം. പരമശിവൻ പറഞ്ഞു, വേഗം തന്നെ ഋത്തുക്കളൊക്കെ കൂടി ചേർന്ന് മഹാവിഷ്ണുവിനെ വിളിച്ചു. മഹാവിഷ്ണു വന്നു കഴിഞ്ഞപ്പോൾ ഇനി യാഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ദക്ഷൻ അങ്ങോട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ദക്ഷനെ കൊണ്ട് ചെയ്യിച്ചു. ദക്ഷൻ വേഗം കാൽക്കൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, ഭഗവാനുള്ള ഹവിർഭാഗം മുഴുവനും ഞാൻ തരാം, കൂടുതലും തരാം. ഇനി ഞാൻ അങ്ങനെ ഭഗവാനെ വേറെ കാണില്ല. എന്നോടുള്ള എല്ലാ പകയും തീരണേ, ഞാൻ ഹവിർഭാഗം തന്നോളാം എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയും യാഗം നടത്തുകയും ആ യാഗത്തിൽ വേണ്ടത്ര ഹവിർഭാഗം പരമശിവന് കൊടുക്കുകയും ചെയ്തു. അപ്പം മഹാവിഷ്ണു ഇങ്ങോട്ട് വന്നില്ലേ? മഹാവിഷ്ണു ഇങ്ങോട്ട് വന്ന ഉടനെ തന്നെ ചറപറാന്ന് പറഞ്ഞ് കാര്യങ്ങൾ നടന്നില്ല. ഓരോരുത്തരായിട്ട് വന്ന് മഹാവിഷ്ണുവിൻ്റെ കാക്കൽ വീണ് നമസ്കരിക്കുകയാണ്. ആ ഒരു തേജസ് ഉണ്ടല്ലോ, ആ തേജസ്സിനെ വർണ്ണിക്കാതിരിക്കാൻ പറ്റില്ല. ആ വർണ്ണിച്ചത് മുഴുവനും ആ ശ്ലോകങ്ങളൊന്നും എനിക്ക് പരിചയമുള്ള ശ്ലോകം അല്ലെങ്കിലും ആ ശ്ലോകങ്ങൾ തന്നെയാണ്. ഏത്? ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. എല്ലാവരും നമസ്കരിച്ചു. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുധശ്യാമം ആയതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവാ. നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമാ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. മഹാവിഷ്ണുവിന് പരമസന്തോഷമായി. പരമശിവനും ഇതേപോലെ തന്നെ അവർ നമസ്കരിച്ചപ്പോൾ സന്തോഷമായി. അപ്പം ഭഗവാന്മാർക്ക് ഇത്രയേ ഉള്ളൂ, ആരോടും പകയോ വെറുപ്പോ ഒന്നുമില്ല. നമുക്ക് പിന്നെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും വരണത് മുഴുവനും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ്, വേറെ ഒന്നുമല്ല കാരണം. അതിന് ഈശ്വരന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദികളോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളോ ആരുമല്ല നമ്മുടെ ദുഃഖത്തിനും സുഖത്തിനും കാരണം. അതിന് കാരണം നമ്മൾ തന്നെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ്. ദക്ഷൻ എത്ര നല്ലവനായിരുന്നു, ദക്ഷൻ എപ്പോൾ ദർപ്പം വന്നു അപ്പം തുടങ്ങി കഷ്ടകാലം. എന്നിട്ട് ദാക്ഷായണിക്ക് എന്തായി? ദാക്ഷായണി തീയിൽ ദഹിച്ചു പോയത് തന്നെ. ദാക്ഷായണിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആർക്കും സാധിച്ചില്ല. ദാക്ഷായണിക്ക് കാലമെടുത്തു. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ദാക്ഷായണിക്ക് പോകാൻ തോന്നിയത്. എന്നിട്ടോ ആ ദാക്ഷായണി എന്താ ചെയ്തതെന്നറിയാമോ? അടുത്ത ജന്മത്തിൽ ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായിട്ട് ജനിച്ച ഹൈമവതിയായിട്ട് ജനിച്ചിട്ട് അതേ പരമശിവന്റെ ധർമ്മപത്നിയായി എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഈ മൈത്രേയ മുനി പറഞ്ഞു. ഇതാണ് ഉണ്ടായ സംഭവം. അപ്പോൾ ഈ ദക്ഷയാഗത്തിൽ നിന്നും ദക്ഷൻ കാര്യമായിട്ട് യാഗം തുടങ്ങി നന്നാവാൻ വേണ്ടിയിട്ട് അവസാനിച്ചത് എങ്ങനെയാ? അലങ്കോലപ്പെട്ടിട്ട്. പക്ഷേ എപ്പോൾ ദക്ഷന്റെ അഹങ്കാരം മൂത്തു അപ്പോൾ യാഗം അലങ്കോലപ്പെട്ടു. എപ്പോൾ ദക്ഷന്റെ അഹങ്കാരം ശമിച്ചു അപ്പോൾ യാഗം പരിപൂർണമായി നന്നായി പര്യവസാനിച്ചു. അതിൻ്റെ ഫലം, അഹങ്കരിച്ചതിൻ്റെ ഫലം ദക്ഷനും ദക്ഷന്റെ ആൾക്കാരും അനുഭവിച്ചു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കഥ ഇങ്ങനെ കേട്ട് കഴിഞ്ഞു, അപ്പം തന്നെ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു. എന്നാലും ആകെ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? ദക്ഷനെ പോലെയുള്ളത് നമുക്ക് എല്ലാവർക്കും വരും കേട്ടോ, ആരെയും വിടില്ല. ശങ്കരാചാര്യരുണ്ടല്ലോ, ആദി ശങ്കരാചാര്യര് പരമജ്ഞാനി. ആ ശങ്കരാചാര്യർക്ക് അഹങ്കാരം വന്നു അത്രേ. കേട്ടിട്ടുണ്ടോ കഥ? ശങ്കരാചാര്യരൊരിക്കൽ കാശി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പരമശിവനും പാർവതിയും എപ്പോഴും ടെസ്റ്റിംഗ് ഉണ്ട്. ഈ ശങ്കരാചാര്യർക്ക് അഹങ്കാരമൊന്നും തീരെയില്ല. ശങ്കരാചാര്യർ പോണ വഴി കൂടിയേ ഒരു കിരാതൻ്റെ ഭാര്യയുടെയും വേഷത്തിൽ, ഭാര്യ കൂടാതെ പരമശിവൻ എങ്ങും പോകാറില്ല, രണ്ടുപേരും കൂടി കിരാതൻ്റെ വേഷത്തിൽ ഈ ശങ്കരാചാര്യർ ഇതിലേ വരികയാണെങ്കിൽ നേരെ എതിരെ വന്നു. അപ്പം ശങ്കരാചാര്യർ എന്ത് പറഞ്ഞു അറിയാമോ? എടാ കാട്ടാള മാറിപ്പോന്ന് പറഞ്ഞു. മാറിപ്പോവൂ, ഞാൻ ബ്രാഹ്മണൻ, നീ ചണ്ടാലൻ ബ്രാഹ്മണന്റെ വഴി കൂടി വരാൻ പാടില്ല. പണ്ടൊക്കെ ഹോ എന്നും പറഞ്ഞ ഒച്ചയെടുക്കും ബ്രാഹ്മണര്. അപ്പോൾ ബാക്കിയുള്ള ജാതിക്കാരൊക്കെ മാറി കൊടുത്തോളണം, അവർ പോണ വഴിക്ക് നിൽക്കാൻ പാടില്ല അങ്ങനെ. അപ്പോൾ പരമശിവൻ ചണ്ടാലൻ എന്ത് ചോദിച്ചു? ഇതെന്താ അത് ഇങ്ങനെ മാറിപ്പോവാൻ പറയണേ? അന്നമയാദന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് ദ്വിജപരദൂരീകർത്തും വാഞ്ചതിക്കും ബ്രൂഹി ഗച്ഛേതി എന്നൊരു ചോദ്യം ചോദിച്ചു. പരമശിവനാണ് ചണ്ടാള വേഷത്തില്. അതേ, ഈ എന്നോട് മാറിപ്പോവാൻ പറഞ്ഞല്ലോ, എൻ്റെ അന്നമയ കോശത്തിനെയാണോ മാറിപ്പോവാൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണ ശ്രേഷ്ഠ ആചാര്യരെ, അങ്ങയുടെ ശരീരവും ഈ ശരീരവും പുറമേ തൊലി, ഉള്ളിലെ രക്തം, അതിൻ്റെ ഉള്ളിലെ എല്ല്, അത് തന്നെയല്ലേ നിങ്ങളുടെ ഉള്ളിലുള്ളത്? അപ്പം എന്തിനാ മാറാൻ പറയണത്?
ഇനി അഥവാ ചൈതന്യമേവ ചൈതന്യാത്, അല്ല എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം കൊണ്ട് ഈ എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനെയാണ് മാറാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ചൈതന്യം തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഈ ഭേദബുദ്ധി എങ്ങനെ ഉണ്ടായി നിങ്ങൾക്ക്? അയ്യോ, ഞാൻ ചോദിക്കണത് ക്ഷമിക്കണം, നിങ്ങൾ വലിയ ജ്ഞാനിയാണ്. കിങ്കങ്കാമ്പുനി ബിംബിതേംബരമണൈർ ചാണ്ടാലവാടീപയ പൂരേ ചാന്തരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാംബരേ പ്രത്യഗ് വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധാംബുദൗ വിപ്രോയം സ്വപചോയമിത്യഭിമഹാൻ കോയം വിഭേദഭ്രമഃ. ഞാൻ ബ്രാഹ്മണൻ, ഞാൻ നീ ചണ്ടാലൻ എന്നുള്ള ഈ ഭേദബുദ്ധി അങ്ങേക്ക് എങ്ങനെയുണ്ടായി? ഇതേ ചോദ്യം തന്നെ മഹാവിഷ്ണു ദക്ഷനോട് ചോദിച്ചു. അവസാനം ദക്ഷൻ കാൽക്കിൽ വീട് നമസ്കരിച്ചു പറഞ്ഞു, ദക്ഷ, നീ ബ്രാഹ്മണൻ, ബ്രഹ്മപുത്രൻ, ബ്രഹ്മാവിൻ്റെ അങ്കുഷ്ടത്തിൽ നിന്നുണ്ടായവൻ, ഏറ്റവും മിടുക്കനായ മകൻ, 16 സദ്ഗുണങ്ങൾ തികഞ്ഞവൻ. ആ ദക്ഷന് എങ്ങനെ ഈ ശിവൻ വേറെ, വിഷ്ണു വേറെ, ബ്രഹ്മ വേറെ, ബാക്കിയുള്ള ജീവജാലങ്ങൾ വേറെ എന്നുള്ള വ്യത്യാസം എങ്ങനെയുണ്ടായി എന്ന്, ബാക്കിയുള്ള ഭൂതങ്ങൾ വേറെ എന്നുള്ള വ്യത്യാസം, അതിൻ്റെ അർത്ഥം എന്താ? ബ്രഹ്മാവ് ആരാണോ, വിഷ്ണു ആരാണോ, ശിവൻ ആരാണോ, അത് തന്നെയാണ് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഭൂതങ്ങളെല്ലാം തന്നെ, ഉദ്ഭൂതമായതെല്ലാം തന്നെ ഭഗവത് ചൈതന്യമാണ്. ഇതാണ് എന്ത്? ഇതാണ് ഏത്? അദ്വൈത വേദാന്തം എന്ന് പറയുന്നത്. രണ്ടെന്ന് പറഞ്ഞ ഒന്നില്ല ഇവിടെ, എല്ലാം ഒന്ന് തന്നെ. ഓരോരുത്തരുടെ ഉള്ളിൽ വളങ്ങുന്ന ദൈവവും, ബ്രഹ്മാവിൻ്റെ ഉള്ളിലുള്ള ദൈവവും, ഈ മഹാവിഷ്ണുവിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവവും ചൈതന്യവും, പരമശിവന്റെ ചൈതന്യവും, അയ്യപ്പൻ്റെ ചൈതന്യവും, ദേവിയുടെ ചൈതന്യവും എല്ലാം ഇവിടെ കാണുന്ന പുല്ലിലും പുഴുവിലും പുൽക്കൊടിയിലുമുള്ള ആ ചൈതന്യം തന്നെയാണ്. ഇത് മനസ്സിലായാൽ ഭേദബുദ്ധി ഉണ്ടാവില്ല. ഈ ഭേദബുദ്ധി ഇല്ലാണ്ടാവട്ടെ നിനക്ക് എന്ന് പറഞ്ഞ് മഹാവിഷ്ണു ദക്ഷനെ അനുഗ്രഹിച്ചു. ബാക്കിയുള്ള ദേവന്മാരെല്ലാവരും അതേപോലെ തന്നെ ആകട്ടെ എന്ന് ദക്ഷനെ അനുഗ്രഹിച്ചു. എന്നിട്ട് എല്ലാവരും സന്തോഷമായിട്ട് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി. അവഭൃത സ്നാനമൊക്കെ മര്യാദയ്ക്ക് കഴിച്ചു കേട്ടോ, എല്ലാം ഭംഗിയായിട്ട് കഴിച്ചിട്ട് ദക്ഷയാഗം പൂർത്തിയാക്കി. ആടിൻ്റെ മോന്തയും കൊണ്ട് ദക്ഷനും പോയി, പിന്നെ ആടിൻ്റെ താടിരോമം കൊണ്ട് ഭൃഗു പോയി. ബാക്കിയുള്ള ദേവഗണങ്ങളെല്ലാവരും അവരവരുടേതായ സ്ഥാനങ്ങളിലേക്ക് പോയി എന്നാണ് ഇത് അവസാനിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഹങ്കരിക്കരുത്. അഹങ്കരിക്കാതിരിക്കണേ എങ്ങനെയാ? എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് അഹങ്കാരം ഉണ്ടാകും. ശങ്കരാചാര്യർ അഹങ്കരിച്ചില്ലേ? അതുപോലെ ഒരു പെണ്ണ്, ഒന്നുമില്ലാത്തൊരു പെണ്ണ്, അവൾക്ക് പണമില്ല, കാശില്ല, പദവിയില്ല, അവൾക്ക് ഒന്നുമില്ല, ആരുമില്ല, കാണാനും കൊള്ളില്ലാത്തൊരു പെണ്ണ്, അവൾക്കൊരു കാക്കപ്പൊന്ന് കിട്ടിയത്രേ. ഒരു കാക്കപ്പൊന്ന് കിട്ടിയപ്പോൾ എന്നോളം പൊന്നാരിക്കുണ്ട് എന്നും പറഞ്ഞ് നടന്നു എന്ന്, എനിക്ക് പൊന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവസാനം ആൾക്കാരെല്ലാവരും കൂടി പിടിച്ചത് ഇവിടെ അഹങ്കാരം. ഈ കാക്കപ്പൊന്ന് വെച്ചോണ്ടല്ലേ ഇവളിത് പറയണത്. രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അത്രേ. രാജാവ് എന്നിട്ട് ആ കാക്കപ്പൊന്ന് പിടിച്ചു മേടിച്ചു. അപ്പോ ഇത് എൻ്റെയാ എന്ന് പറഞ്ഞു രാജാവ്. ഈ രാജ്യത്തുള്ള എല്ലാം എൻ്റെയാണെന്ന് പറഞ്ഞ കാക്കപ്പൊന്ന് മേടിച്ചു, ഇനി പൊക്കോ. അപ്പോൾ അവളെന്താ പറഞ്ഞെന്നറിയാമോ? എന്നോളം പൊന്നാരിക്കുണ്ട്, എൻ്റെ പൊന്നിന് ഗതികെട്ട രാജ, എൻ്റെ പൊന്നിന് ഗതികെട്ട രാജ എന്ന്. രാജാവിന് ഗതികെട്ടിട്ട് എൻ്റെ പൊന്നു മേടിച്ചു വെച്ചു എന്ന്. അവളുടെ അഹങ്കാരം അവിടെ പോയി. ഇങ്ങനെയാണ് നമ്മളെ അഹങ്കാരം പിടിക്കുന്നത്. അഹങ്കാരം എല്ലാ കഥകളും അതല്ലേ പറയണത്. പ്രഹ്ലാദൻ്റെ കഥയിൽ, ധ്രുവൻ, എല്ലാവരുടെ കഥയിലും അഹങ്കരിക്കല്ലേ. നമുക്ക് എന്ത് തന്നെ അറിവുണ്ടായാലും അഹങ്കരിക്കല്ലേ. അഹങ്കരിക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സൂത്രം ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? നമ്മുടെ അമ്മയുടെ വയറ്റീന്നേ ഇത്രയുള്ളൊരു മാംസകഷ്ണായിട്ടാണ് നമ്മൾ ജനിച്ചത്. ഇത് എത്ര നീളം ഉണ്ടാവും, അങ്ങനെ കയ്യോ കാലോ മൂക്ക് കണ്ണൊക്കെ വെച്ചിട്ട്. അത് പിന്നെ വന്നതിന് ശേഷമാണ് വളർന്ന് വലുതായത് ഇതൊക്കെ ആവണത്. അവസാനം പോവാൻ നേരത്തോ എന്തൊക്കെയാ കൊണ്ടുപോകണേ? നമ്മൾ ഒന്നും കൊണ്ടുപോകണില്ല. ഇത് മാത്രം ഓർമ്മിച്ചാൽ നമുക്ക് അഹങ്കാരം വരില്ല. എന്ത് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഇവിടുന്ന് കിട്ടിയത്, ഇവിടുന്ന് ആരാ തരാൻ? ഈശ്വരൻ തന്നത്. അത് തന്നെ നമ്മൾ, അല്ലാതെ എൻ്റെ പ്രത്യേക കഴിവാണ് എന്ന് വിചാരിക്കാണ്ടിരിക്കണമെങ്കിൽ ഞാൻ വന്നത് എങ്ങനെ, ഞാൻ പോണത് എങ്ങനെ എന്നുള്ളത് രണ്ടും എപ്പോഴും ഓർമ്മിക്കുക. അപ്പം നമുക്ക് അഹങ്കാരമില്ലാതിരിക്കാൻ കുറേയൊക്കെ സാധിക്കും കേട്ടോ. പിന്നെ ഭഗവാൻ നമ്മളോട് കളിക്കുക ചെയ്യണത് അഹങ്കരിപ്പിക്കുക. അപ്പം നമ്മൾ ഭഗവാനെ തോൽപ്പിക്കണം. ഞാൻ അഹങ്കരിക്കില്ല എന്ന് പറഞ്ഞ് തോൽപ്പിക്കണം. അഥവാ അഹങ്കരിച്ച് പോയാലും ഒരു കുഴപ്പമില്ല കേട്ടോ, ഒന്ന് വീണ് ആദ്യം എണീക്കും. അത് കഴിഞ്ഞ് വലിയ വീഴ്ച വീണ പിന്നെ ആദ്യം എണീക്കും. അവസാനം ഉയർച്ചയിലേക്കേ പോവുള്ളൂ. ഭഗവാൻ ഒരിക്കലും നമ്മളെ കീഴ്പോട്ടേക്ക് വീഴ്ത്തില്ല. ഈ ബോധം നമുക്കുണ്ടായിരിക്കണം. 2, അത് കഴിഞ്ഞാൽ മൂന്നാമതൊരെണ്ണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരെണ്ണം ഇവിടെ നടന്നിട്ടുണ്ട്. സതീദേവി, എൻ്റെ അച്ഛൻ്റെ ഈ ശരീരത്തിൽ നിന്നുണ്ടായ ഈ ശരീരം
എനിക്ക് വേണ്ട. അച്ഛനും ഭർത്താവും കൂടി തല്ലുകൂടിയാൽ മകള് ശരീരത്യാഗം ചെയ്യാം. ആത്മഹത്യയല്ല ചെയ്തത്, ശരീരത്യാഗം. നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാവൂലേ ഓരോ വഴക്കുകളൊക്കെ. പോയി ചത്താക്കൊള്ളാന്ന് തോന്നാറില്ലേ? എനിക്ക് എൻ്റെ ഇവിടെ ആശ്രമത്തിൽ വന്നിട്ട് തോന്നിയിട്ടില്ല. അതിനു മുമ്പ് എനിക്ക് 1-2 പ്രാവശ്യം എവിടെയെങ്കിലും പോയി ചത്താക്കൊള്ളാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ചാകാനൊന്നും പോയില്ല. അത് ചാവാൻ ഇടയായില്ലല്ലോ. അപ്പം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കില്ലല്ലോ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് നൈരാശ്യം വരുമ്പോൾ ന്യൂസ് പേപ്പറിൽ നോക്കൂ എത്രയാ കാണുന്നതെന്ന്. അപ്പോൾ അതിനെന്താ വഴി വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ എന്ന് പറയുന്നതല്ല. നമ്മളുടെ പുരാണങ്ങളിൽ എങ്ങനെയാ പരീക്ഷിത്ത് മഹാരാജാവ് മരിച്ചത്? പ്രായോപവേശം ചെയ്ത്. മനഃപൂർവ്വമല്ലേ, ഭക്ഷണമൊന്നും കഴിക്കാണ്ട് പ്രായോപവേശം ചെയ്ത്. പക്ഷേ മനസ്സിലെന്തായിരുന്നു? എങ്ങനെയെങ്കിലും ചാവണമെന്നല്ല, ഭഗവാനേന്ന് വിചാരിച്ച് ഭഗവാനെ മാത്രം ചിന്തിച്ച് ഭഗവാന്റെ കഥകൾ മാത്രം കേട്ടിട്ട് പ്രാണത്യാഗം ചെയ്തു. സീതാദേവി എങ്ങനെയാ പ്രാണത്യാഗം ശരീരത്യാഗം ചെയ്തത്? അമ്മ എനിക്ക് സ്ഥലം തരൂ എന്നും പറഞ്ഞപ്പോൾ ഭൂമി 2ആയിട്ട് പിളർന്നു. സീതാദേവിയുടെ തപസ്സിന്റെ ഫലമായിട്ട് സീതാദേവി അമ്മയുടെ മടിയിലേക്ക് പോയി. പിന്നെ പൃഥുചരിതത്തിൽ പൃഥു എങ്ങനെയാ മരിച്ചു പോയത്? ദേഹത്യാഗം ചെയ്യുക ചെയ്തത് അല്ലേ? സതീദേവി എന്താ ചെയ്തത്? യോഗാഗ്നിയിൽ മരിച്ചു. എന്തുകൊണ്ട് നമുക്ക് പാടില്ല? ആത്മഹത്യയല്ല. അപ്പോൾ ആത്മഹത്യ അല്ലാതെ യോഗാഗ്നി ഉണ്ടാക്കാനായിട്ടുള്ളതായ ശ്രമങ്ങൾ നടത്തുക. ഈശ്വര 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 എന്ന് തന്നെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ യോഗാഗ്നി നമുക്കും ഉണ്ടാക്കാൻ സാധിക്കും. ഈ പ്രായോപവേശം നമുക്കും ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവിടെ ഒരു ശിവപ്രിയ മാതാജി ദേഹത്യാഗം ചെയ്തോളാൻ പറഞ്ഞൊന്നും പറഞ്ഞ് പുറപ്പെട്ടിട്ട് എങ്ങാനും ദേഹത്യാഗം ചെയ്തില്ലെങ്കിൽ പിടിച്ച് ജയിലിലിടൂലേ ആത്മഹത്യാശ്രമം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനെന്താ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു നിയമം ഉണ്ടാക്കിക്കുക. പ്രായോപവേശം, സതീദേവി പോയതുപോലുള്ള ദേഹത്യാഗം, സീതാദേവിയുടെ ദേഹത്യാഗം പോലുള്ള ദേഹത്യാഗം, പൃഥു ചക്രവർത്തിയുടെ ദേഹത്യാഗം പോലുള്ള ദേഹത്യാഗത്തിന് അനുവാദം വേണം എന്നുള്ള ഒരു നിയമം ഉണ്ടാക്കിയാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടും എന്നാ തോന്നുന്നുണ്ട്. ഞാൻ ആത്മഹത്യയെ പ്രേരിപ്പിക്കുകയല്ല ചെയ്യണത് കേട്ടോ. ഈശ്വര എന്നുള്ള ചിന്തയിൽ ഇരുന്നുകൊണ്ട് മരിക്കാനിടയായാൽ പിന്നെ ഈ ഭൂമിയിൽ ജനിക്കേണ്ടിയേ വരില്ല എന്നാണ് നമ്മളുടെ ശാസ്ത്രം പറയണത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നും തന്നെ തോന്നുന്നില്ല. നമ്മുടെ സമയവും കൃത്യമായിട്ട് ആയിട്ടുണ്ട്. ഏതായാലും ഈ ഇത്രയും സുന്ദരമായ ഒരു സദസ്സിൽ വന്നിരുന്ന് എന്തോ കേൾക്കൂ. ഇതിൽ പറയുന്നത് പലതും ഉണ്ടല്ലോ, പലതും ഒരു ഭാഗവതത്തിലും കാണില്ല കേട്ടോ. എൻ്റെ സ്വന്തം ഉള്ളിൽ തോന്നിയത് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. അതിൽ തെറ്റുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.